Psalms number 85 जरा देख लीजिए. സങ്കീർത്തനം 85. उधर ऐसे एक आयत है. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 5वां आयत. 5-ാം വാക്യം. आपका प्रजा നിന്റെ ജനം वापस आनंदित होने के लिए. വീണ്ടും സന്തോഷിക്കേണ്ടതിന്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. तेरी प्रजा तुझ में आनंदित होने के लिए. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? तू हमें वापस नहीं जिलाएगा क्या? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. तेरी प्रजा तुझ में आनंद करे. നീ അവരെ പിന്നെയും ജീവിപ്പിക്കുകയില്ലയോ? क्या तू हमको फिर न जिलाएगा? सब लोग हाथ में बाइबल है ना, वो बाइबल में जरा उस आयत को देख लीजिए. എല്ലാവരും കരങ്ങൾ ബൈബിൾ അത് വാക്യം വായിച്ചാട്ടെ. आज प्रभु को कहो एक धीमी आवाज में भी सुनना चाहता हूँ. ഇന്ന് എല്ലാവർക്കും പറയാൻ കർത്താവേ എനിക്ക് ആ ഒരു മൃദുസ്വരം കേൾക്കണം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ പിന്നെയും ജീവിപ്പിക്കണമേ. तेरी प्रजा तुझ में आनंदित होने के लिए तू उन्हें फिर से जिलाना. ജീവിപ്പിക്കണമേ. जिलाना. മരിച്ചതാണോ? क्या आप मरे हो? ശാരീരികമായിട്ട് മരിച്ചതല്ല, शारीरिक तौर से तो मरे नहीं हैं, പക്ഷെ മരിച്ചതുപോലായിപ്പോയി. लेकिन मरे हुए व्यक्ति के समान बन गया. പ്രാർത്ഥനയോട് ഈ സന്ദേശം ഒന്ന് കേട്ടാട്ടെ. प्रार्थना से ये संदेश आप जरा सुनिए. മുടിയൻ പുത്രന്റെ അപ്പൻ, उड़ाऊ पुत्र का बेटा, പിതാ, उड़ाऊ पुत्र का पिता. ഹല്ലേലൂയ. മകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ बेटा जब घर पर लौट कर आया എന്താ പറഞ്ഞെന്നറിയാമോ? क्या बोला? ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ये मेरा बेटा मर चुका था പിന്നെയും ജീവിച്ചിരിക്കുന്നു. लेकिन ये वापस जीवन प्राप्त किया है. മരിച്ചതാണോ? क्या आप मरे हो? മരിച്ചതാണോ? क्या मरे हो? അല്ല, नहीं, പക്ഷെ മരിച്ചതുപോലെ. लेकिन मरे हुए व्यक्ति के समान. നഷ്ടപ്പെട്ടു പോയത് മരിച്ചതുപോലെ. नष्ट हुआ मतलब मरा हुआ का समान. വീട്ടിൽ നിന്ന് ദൂരെ പോയത് മരിച്ചതുപോലെ. घर से दूर चला गया मतलब मरे हुए व्यक्ति के समान. പാപത്തിൽ വീണു പോയത് മരിച്ചതുപോലെ. पाप में गिरा मतलब मरे हुए व्यक्ति के समान കാരണം हो गया. പാപം क्योंकि पाप ആ വ്യക്തിയുടെ മേൽ മരണത്തെ കൊണ്ടുവരുന്നു. उस व्यक्ति के ऊपर मृत्यु को लेकर आती है. ജീവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. जीवन से नष्ट हो गया. അങ്ങനെ മരിച്ച ആളുകളുണ്ട് കേട്ടോ. ऐसे मरे हुए व्यक्ति लोग हैं. ഹല്ലേലൂയ. हालेलूया. എങ്ങനെ മരിച്ചവർ? कैसे मरे हुए? പാപത്തിൽ മരിച്ചവർ. पाप में मरे हुए. ദൈവം അവരെ നോക്കുന്നത് परमेश्वर जब उनको देखता है ജീവൻ ഉള്ളവരായിട്ടല്ല, जीवित होकर नहीं, മരിച്ചവരായിട്ടാ. मरे हुए समान. कारण ദൈവത്തിന്റെ ദൃഷ്ടിയിൽ परमेश्वर की नजर में നിത്യജീവൻ അവർക്കില്ല. अनंत जीवन उनको नहीं है. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ परमेश्वर की नजर में പാപത്തിന്റെ ശമ്പളം മരണമത്രേ. पाप का प्रतिफल मृत्यु है. ഹല്ലേലൂയ. മരിച്ചവരാണ്. मरे हुए हैं. കേൾക്കുന്നുണ്ടല്ലോ? क्या आप मुझे सुन रहे हो? ദൈവരെ നോക്കിയിട്ട് പറയുന്നത് മരിച്ച വ്യക്തിയാ. परमेश्वर को देखकर कहता है कि मरा हुआ व्यक्ति है. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, इसलिए यीशु मसीह ने कहा മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. जो मरे हुए हैं वो मरा हुआ व्यक्ति को मरा हुआ व्यक्ति ही गाड़ने दो. तू मेरा पीछा कर. കാരണം നിന്നെ ഞാൻ കാണുന്നത് क्योंकि मैं तुझे जब देखता हूँ മരിച്ചവനായിട്ടല്ല, तो मरा हुआ व्यक्ति के समान ജീവനുള്ളവനായിട്ടാ. नहीं, जीवित देखता हूँ. മനസ്സിലായോ? क्या आप समझ रहे हो? പാപം മരണം കൊണ്ടുവരുന്നത് ആ പാപം ചെയ്യുന്ന വ്യക്തി മരിച്ചവനാ. पाप मृत्यु को लेकर आते हैं, इसलिए जो पाप करता है वो मरा हुआ है. എഫേസ്യർ 5-ാം അധ്യായം. एफिसियों 5वां अध्याय. അതുകൊണ്ട് ഉറങ്ങുന്നവനെ सोने वाले മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. मरे हुए में के बीच में से जाग उठो. നീ ആരുടെ കൂടെ ഉറങ്ങുന്നത്? आप किसके साथ सो रहे हो? മരിച്ചവരുടെ കൂടെ. मरे हुए के साथ. പാപത്തിൽ മരിച്ചവരുടെ കൂടെ. पाप में मरे हुए के സ്വർഗ്ഗം साथ. അവരെ കാണുന്നത് स्वर्ग उनको जब देखता है മരിച്ചവരായിട്ട്. मरे हुए के समान. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ രജിസ്റ്റർ ഇല്ലേ? हमारा ये म्युनिसिपैलिटी जो रजिस्टर होता है ना, ജനന മരണ രജിസ്റ്റർ. उसमें जो बर्थ और डेथ का ജനിച്ചു रजिस्टर. കഴിയുമ്പോൾ ആ രജിസ്റ്ററി പേര് രജിസ്റ്റർ ചെയ്യും. जब हम जन्म लेते हैं तो उस रजिस्टर पर नाम रजिस्टर करते हैं. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ആ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യും. मरने के बाद भी नाम उस रजिस्टर पर लिखा जाता है. ജനിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് പേപ്പറിലൊന്നും എഴുതി വെക്കുകയല്ല. अभी के जमाने में जनन होने के बाद में पेपर पर लिखा എല്ലാം नहीं ഓൺലൈൻ रहते हैं. ഡേറ്റാബേസാ. सब कुछ ऑनलाइन में डेटाबेस है. ഒരു സെൻട്രലൈസ്ഡ് സെർവറിന്റെ അകത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ एक सेंट्रलाइज्ड सर्वर के अंदर जब एक बच्चा पैदा होता ആ है, ജനനം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ जब उसकी बर्थ एंटर किया जाता ആ है, ദേശത്തിന്റെ ജനസംഖ്യ ഒന്ന് കൂടുകയാണ്. उस देश का जनसंख्या बढ़ती है.
മരിച്ചു കഴിയുമ്പോഴോ मरने के बाद ഒരു പേരങ്ങ് ഡിലീറ്റ് ചെയ്യുക. वो नाम डिलीट हो जाता ആ है, പേര് അവിടുന്ന് പോകുക. वो नाम वहां से मिट जाती है, ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ആ പേര് जीवितों ഇല്ലാതാകുക. के बीच में वो नाम वहां से मिट जाता है। ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലേ? मृत्यु और जन्म दोनों रजिस्टर किया സ്വർഗ്ഗത്തിൽ ഒരു जाता है। പുസ്തകമുണ്ട്. स्वर्ग में भी एक किताब है, ആ പുസ്തകത്തിന്റെ പേര് उस पुस्तक का नाम ജീവന്റെ പുസ്തകം. जीवन का पुस्तक है। അതിൽ എല്ലാവരുടെയും പേര് എഴുതത്തില്ല. उसमें सबका नाम नहीं लिखा जाता है। എഴുതുമോ? क्या लिखेंगे? അതിൽ ജീവനുള്ളവരുടെ പേര് മാത്രമേ എഴുതൂ. उसमें केवल जो जीवित है उनका ही नाम लिखा जाता है। മരിച്ചവരുടെ പേര് അതിനകത്ത് मरे എഴുതത്തില്ല. हुए का नाम उसमें नहीं लिखा जाता। ആത്മികമായിട്ട് മരിച്ച, जो आत्मिक तौर से मरा हुआ है, പാപം ചെയ്ത് മരിച്ച, जो पाप में मरा हुआ है, മുടിയൻ പുത്രന്മാരുടെ പേരില്ലാത്തൊരു പുസ്തകമാ ജീവന്റെ പുസ്തകം. जीवन का पुस्तक वैसा एक पुस्तक है जिसमें उड़ाऊ पुत्रों का नाम नहीं लिखा അപ്പോൾ ആ जाता। പുസ്തകത്തിൽ പേരില്ലാത്തവരെ എല്ലാം കർത്താവ് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? जिसका नाम उस पुस्तक में नहीं है, परमेश्वर ने किस नाम से मरिचवनाണ്. बुलाता है कि तू मरा हुआ है। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ रहे हो? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം കർത്താവിന്റെ കണ്ണിലാരാണ്? जीवन के पुस्तक में जिसका नाम नहीं है वो परमेश्वर की नजर में कौन है? മരിച്ചവനാണ്. वो मरा हुआ है। അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, वो खाना खाते होंगे, അവർ ജോലി वो ചെയ്യുന്നുണ്ടാകാം, काम करते होंगे, അവർ ജീവന്റെ എല്ലാ ലക്ഷണങ്ങളും ഭൂമിയിൽ കാണിക്കുന്നുണ്ടാകാം. उनमें जीवन का सारा लक्षण इस धरती पर दिखाते പക്ഷേ होंगे, കർത്താവിന്റെ കണ്ണിൽ लेकिन परमेश्वर की आंखों में അവർ वो മരിച്ചവർ. मरा हुआ व्यक्ति के ആദത്തോടും समान है। ഹവ്വയോടും കർത്താവ് പറഞ്ഞു, तो परमेश्वर आदम और हवा से कहा, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. इस वृक्ष का फल तू जिस दिन खाएगा उस दिन तू मर जाएगा। ഹല്ലേലൂയ. हालेलुया। എന്നാൽ लेकिन മുടിയൻ പുത്രന്മാർ മടങ്ങി വരുമ്പോൾ उड़ाऊ पुत्र जब वापस लौट कर आता है സ്വർഗത്തിലെ അപ്പൻ പറയുന്ന ഒരു സെന്റൻസാ, तो स्वर्ग का पिता कहने वाला एक ഈ सेंटेंस എന്റെ है, മകൻ മരിച്ചവനായിരുന്നു, ये मेरा बेटा मरा हुआ था പിന്നെയും ജീവിച്ചു. लेकिन अभी वापस जीवन प्राप्त മുടിയൻ किया है। പുത്രന്മാർ മടങ്ങി വരുമ്പോൾ उड़ाऊ पुत्र जब वापस लौट कर आएगा, ഹാലലൂയ, വീടടങ്കം घर സന്തോഷിക്കത്തക്കവണ്ണം, पूरा आनंदित होने जैसा, ഓ നീ അവരെ പിന്നെയും तू ജീവിപ്പിക്കുന്നവനാ. उन्हें वापस फिर से जिलाने वाला ഇന്ന് പകൽക്കാലം परमेश्वर। പറയട്ടെ, आज रात को हम अभी शाम ആ को हम ജീവൻ कहें, ഞങ്ങളിൽ ഒന്ന് മടങ്ങി വരട്ടെ. ये जीवन मुझ पर लौट आने पाए। സർദീസിലെ സഭയെ നോക്കിയിട്ട് പറഞ്ഞു, सरदीस की कलीसिया को देख ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും तेरा नाम तो है कि तू जीवित है, നീ മരിച്ചവനാ. लेकिन तू मरा है। സർദീസിലെ സഭയ്ക്ക് പേരുണ്ട് ജീവനുള്ളവന്, सरदीस की कलीसिया का नाम है कि वो जीवित है, നീ മരിച്ചവനാ. लेकिन तू मरा है। അതെങ്ങനെ? वो कैसे? സഭയോടാ പറയുന്നത്. कलीसिया से कह रहा है। ദൈവം നോക്കിയപ്പോൾ जब परमेश्वर ने देखा സഭയ്ക്കകത്ത്, സഭയിലെ വ്യക്തികൾക്കകത്ത് വേണ്ട ആത്മിക ജീവനില്ല. कलीसिया के अंदर, कलीसिया के व्यक्तियों के अंदर जो जरूरत है वो आत्मिकता नहीं है। സർദീസിലെ സഭ सरदीस की कलीसिया മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സഭയാണ്. एक मरा हुआ कलीसियाओं के समान है। ചടങ്ങാരാധനയുണ്ട്, रीति रिवाजों की आराधना है। ഹല്ലേലൂയ, हालेलुया। ബാക്കി എല്ലാ പ്രകടനങ്ങളുമുണ്ട്, बाकी हर प्रकार का प्रकटीकरण वहां पर भी होता പക്ഷെ है, ജീവനില്ല. लेकिन जीवन नहीं है। ജീവനില്ലാത്തതിന്റെ കാരണം जीवन क्यों नहीं है? തലയെ മുറുകെ പിടിക്കാത്തത് കൊണ്ട്. क्योंकि सर को नहीं पकड़ा है। തലയുമായിട്ട് ബന്ധമില്ലെങ്കിൽ, क्योंकि सर से अगर संबंध नहीं है तो, യേശുവുമായിട്ട് ബന്ധമില്ലെങ്കിൽ यीशु से अगर संबंध में नहीं है ജീവനില്ല. तो फिर जीवित नहीं है। കാരണം തലയിൽ നിന്നാണ് ശരീരം മുഴുവൻ ചൈതന്യം പ്രാപിക്കുന്നത്. क्योंकि शरीर, सर से पूरा शरीर जीवन प्राप्त करता है। ജീവനില്ലാത്തതിന്റെ കാരണം എന്താ? जीवित क्यों नहीं है? യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്, यूदा के पत्री में कैसा आयत है? രണ്ടുര ചത്തും വേരറ്റും പോയി. दो बार मर गया और उसका जड़ भी क्या हो गया? खत्म हो गया. രണ്ടുര ചത്തും വേരറ്റും പോയി. 2 बार मर चुके और उसका जड़ भी उखड़ गया। അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? മരിച്ചു, मर गया, വേരറ്റു പോയി. जड़ उखड़ गया। വേരില്ലെങ്കിൽ अगर जड़ नहीं है तो വൃക്ഷം ഉണങ്ങും. वृक्ष सूख जाएगा। ശരിയല്ലേ? क्या सही है ना? വേരില്ലെങ്കിൽ വൃക്ഷം ഉണങ്ങും. अगर जड़ नहीं है तो वृक्ष सूख കൊലോസ്യ जाएगा। ലേഖനം പറഞ്ഞു, कुलोसियों की पत्री में कहा, അവനിൽ വേരൂന്നിയും यीशु मसीह पर जड़ ആത്മിക पकड़कर വർധന പ്രാപിച്ചു. आत्मिक बढ़ोतरी पाकर। റോമാലേഖനം 9-ാം അധ്യായം, रोमियो की पत्री 9वां अध्याय में വേരുമായിട്ടാണ് നമുക്ക് ബന്ധം. हमारा जो संबंध है वो जड़ के साथ है। കാട്ടൊലിവായ നമ്മെ हम जो जंगली दरख्त थे നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്ത് वो एक अच्छा दाखलता के ആ साथ हमें നല്ല मिलाकर വേരിന്റെ അവകാശികളാക്കി മാറ്റി. उस अच्छा जड़ का एक अवकाशी ആ बना दिया। വേരിലുള്ളതെല്ലാം നമുക്ക് जो കിട്ടിക്കൊണ്ടിരിക്കുക. उस रूट पर है, जड़ पर है, वो सब कुछ हमें मिल रहा വേരിൽ है। എന്തുണ്ട്? उस जड़ पर क्या है? അവനിൽ ജീവനുണ്ട്, उसमें जीवन है, അവനിൽ ജീവനുണ്ട്. उसमें जीवन है। ഹല്ലേലൂയ. हालेलुया।
അവൻ പ്രകാശമാണ്. वो प्रकाश है. അവന്റെ പ്രകാശം മനുഷ്യന്റെ ജീവനാണെന്ന് യോഹന്നാൻ 1-ാം അധ്യായം പറയുന്നു. आमेन. उसका प्रकाश मनुष्य का जीवन है, ऐसा यूहन्ना पहला पत्री में लिखा है. പരിശുദ്ധാത്മാവിന്റെ ജീവനില്ലാത്തത്, परिशुद्धात्मा का जीवन जिसमें नहीं है, എല്ലാം മരിച്ചതാണ്. वो सब मरा हुआ है. സർദീസിലെ സഭ, सरदीस की कलीसिया मरी हुई കഴിഞ്ഞ कलीसिया കുറെ थी. നാളായി ദൈവാത്മാവിനോട് പറയുന്നു. पिछले दिनों से पवित्र आत्मा मुझसे कह വെളിപ്പാട് रहा है. പുസ്തകം 3-ാം അധ്യായത്തിലെ 3 സഭകളിൽ ആദ്യത്തെ സഭയാ സർദീസിലെ സഭ. प्रकाशित वाक्य 3 अध्याय की 3 कलीसियाओं का पहला सभा है സർദീസിലെ സഭ, सरदीस की कलीसिया. ജീവൻ ഇല്ലാത്ത സഭ. जीवित नहीं था कलीसिया. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവാത്മാവിനോട് പറഞ്ഞു ജീവനില്ലാത്ത സഭകളെ കുറിച്ച് പറയണം. पिछले दिनों में पवित्र आत्मा मुझसे कह रहा था कि मरे बाकी हुए एल्लाम कलीसिया के उंटु बारे में केट्टो. कहना. बाकी सब कुछ है. ചടങ്ങാരാധനയുണ്ട്, रीति रिवाजों की आराधना है, സുന്ദരമായി പാടുന്ന പാട്ടുകാരുണ്ട്. मनोहरता से गाने वाले गीत गाने वाले പക്ഷേ लोग हैं. പരിശുദ്ധാത്മാവിന്റെ ജീവൻ സഭയിലില്ല. लेकिन पवित्र आत्मा का जीवन कलीसिया के अंदर नहीं ഈ है. കാലഘട്ടത്തിലെ इन दिनों में അനേക സഭകൾ, अनेक कलीसिया, അനേക നാമോദയ കൂട്ടങ്ങൾ, अनेक नामधारी कलीसियाएं, ഹല്ലേലൂയ, എല്ലാം ഉണ്ട്. सब कुछ है, പക്ഷെ ജീവനില്ല. लेकिन जीवन नहीं है. ജീവനില്ലാത്ത സഭകൾ, जीवित नहीं है ऐसी മരിച്ച कलीसिया, സഭകൾ. मरी हुई कलीसिया. എന്താണ് സർദീസിലെ സഭയോട് ദൂത് പറയുന്നത്? क्या है सरदीस की कलीसिया से वाणी कहता है? ജീവനുള്ളവന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. तुझ में नाम तो है कि तू जीवित है, लेकिन तू मरा हुआ है. ജാഗ്രതോ, മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉണരുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി വിളിക്കുന്നു, ഉണരുക. जागृत हो जाओ. ഉണരുക സഭയെ, पवित्र आत्मा बोलती है जागृत हो जाओ. ഉണരുക സഭയെ, कलीसिया तू जागृत हो जा. ഉണരുക സഭയെ. कलीसिया जागृत हो ജാഗോ जाओ. കലീസിയ. कलीसिया जागो. ഹല്ലേലൂയ. हालेलुया. ജാഗാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. जो मरी हुई वस्तुएं हैं, जो मरने पर है, वो वापस जीवन प्राप्त करे. ധന്യവാദ യേശു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, इन दिनों में पवित्र आत्मा हमसे जो कह रही है, പിന്നെയും ജീവിക്കാനാ, वापस जीवन प्राप्त करे, പിന്നെയും ജീവിക്കാനാ. फिर से जिलाए. ശരീരത്തിൽ മരിച്ചിട്ടില്ല, शरीर में मरा नहीं, പക്ഷെ പല മേഖലയിലും മരിച്ചു. लेकिन कहीं क्षेत्र पर हम मर चुके हैं. മുടിയൻ പുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ जब उड़ाऊ पुत्र नष्ट हो गया, റിലേഷൻഷിപ്പിൽ മരിച്ചു, रिलेशनशिप्स में मर गया, അല്ലേ? ബന്ധങ്ങളിൽ മരിച്ചു. बंधनों में मर गया. ചിലര് പറയത്തില്ലേ, कुछ लोग कहते നീ हैं എനിക്ക് മരിച്ചതുപോലാന്ന്, तू मेरे लिए मरा हुआ के ഞാൻ समान നീ है, തമ്മിലൊരു ബന്ധമില്ല. मेरे और तुझ में कोई संबंध नहीं. അയ്യോ, വ്യക്തിബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ മരിച്ച അവസ്ഥയുണ്ടെങ്കിൽ, अगर व्यक्ति के संबंधों में कहीं मरा हुआ अवस्था है അത് तो കുടുംബത്തിനകത്താകാം, कहीं परिवार के अंदर हो सकती है, മക്കളുമായിട്ടാകാം, बच्चों के साथ हो सकती ഏതെങ്കിലും है. മേഖലയിൽ മരിച്ച അവസ്ഥയുണ്ടെങ്കിൽ कोई भी क्षेत्र पर मरा हुआ के समान है तो ഇത് പകൽക്കാലം പറഞ്ഞാട്ടെ, आज कहे पवित्र आत्मा से ഒരു ജീവൻ മടക്കി തരണം. कि मुझे जीवन फिर से जिलाना. ജീവൻ മടക്കി കിട്ടിയാൽ फिर से अगर जीवन നമ്മൾ प्राप्त किया ഒന്നിച്ച് तो ആനന്ദിക്കാൻ तो പോകുകയാണ്, हम सब एक साथ मिलकर आनंदित होने वाले വീടടങ്കം हैं, സന്തോഷിക്കാൻ പോകുകയാണ്. परिवार सहित आनंदित होने वाले ഈ हैं. എന്റെ മകൻ മരിച്ചവനായിരുന്നു, ये मेरा बेटा मरा हुआ था, പിന്നെയും ജീവിക്കുന്നു. अभी वापस जी रहा है. മരിച്ച ചില വ്യക്തിബന്ധങ്ങൾ യേശുവിന്റെ आमेन, നാമത്തിൽ आमेन, ജീവിക്കപ്പെടട്ടെ. आमेन. मरा हुआ कुछ पारिवारिक संबंध है, यीशु नासरी के नाम से जीवन प्राप्त करने पाए. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, भजन संगीता में कहा है, മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. मरा हुआ के समान वो मुझे भूल चुका है. അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ऐसे एक सिचुएशन के बारे में क्या आपने सोचा है? ലോകം മറന്നു കളഞ്ഞ അവസ്ഥ, दुनिया भूल गई है कैसी अवस्था, മരിച്ചവനെ പോലും മറന്നു കളഞ്ഞ അവസ്ഥ. मरे हुए व्यक्ति के समान भूला हुई ഇന്ന് अवस्था. പകൽക്കാലം യേശു നിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു. आज इस वक्त यीशु आपके करीब चलकर आ रहा है. യേശു നിന്നെ ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. यीशु आपको जीवन दिलाना चाहता है. മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ऐसा व्यक्ति था जो बोलता था कि मरना ही काफी അവന്റെ है. കാര്യമാണ് ഞാൻ വർഷിപ്പിന്റെ ഇടയിൽ പറഞ്ഞത്. उसके बारे में वर्शिप के बीच में कहा മരിച്ചാ മതി എന്നാ പറഞ്ഞത്. मरना ही काफी है. ശുശ്രൂഷയിൽ മരിച്ചു കഴിഞ്ഞു കേട്ടോ. सेवकाई में मर चुका ഇനി था, ഒരു ശുശ്രൂഷ ചെയ്യത്തില്ല. अब कोई सेवकाई बचा नहीं. ഹല്ലേലൂയ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. अब मुझसे ये हो नहीं അവന്റെ सकता. പേരാണ് ഏലിയാവ്. उसका नाम है एलिया. ഹല്ലേലൂയ, അവൻ പറയുക, एलिया ने कहा മതി കർത്താവേ, बस परमेश्वर, മതി കർത്താവേ, बस എന്റെ परमेश्वर, പിതാക്കന്മാരെക്കാൾ ഞാൻ
ഒട്ടും നല്ലവനല്ല. तेरे पिताओं से पूर्वजों से मैं अच्छा नहीं हूँ. ഇത്രയും ചെയ്ത ശുശ്രൂഷയൊക്കെ മതി. इतना सेवकाई किया वो ഇനി काफी है. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. अभी मैं आगे कुछ कर नहीं सकता. മരിച്ചവനെ പോലെ ആയിരിക്കുന്ന, मरा हुआ के समान हो ശുശ്രൂഷയിൽ गया. മരിച്ചവനെ പോലെ ആയിരിക്കുന്ന, सेवकाई में मरे हुए के समान അകത്തെ होने മുഴുവൻ वाला, ചൈതന്യവും പോയിരിക്കുന്ന, अंदर का सब एनर्जी ताकत नष्ट हो चुका है. മരണം കാത്തു കഴിയുന്ന, मृत्यु को इंतजार करके जीने वाले ഹല്ലേലൂയ, ഏലിയാവിന്റെ അടുക്കലേക്ക് एलिया के ഒരു पास സ്വർഗ്ഗദൂതൻ ഇറങ്ങി വന്നിട്ട് തട്ടി ഉണർത്തി. 100 दूत आकर उसे जगा कर उठाया. നീ മരിക്കേണ്ട സമയമായിട്ടില്ല. मरने का समय नहीं हुआ ഇന്ന് है. പകൽക്കാലം ദൈവത്തിന്റെ പൈലറ്റ് ജീപ്പുകൾ നിന്റെ അടുക്കൽ വരട്ടെ. आमेन. इस वक्त परमेश्वर के कुछ पायलट जीप्स आपके पास आने നിന്നെ दे. തട്ടി ഉണർത്താൻ ചില പൈലറ്റ് ജീപ്പുകൾ നിന്റെ അടുക്കൽ വരട്ടെ. आपको हिलाकर उठाने के लिए कुछ पायलट जीप आपके पास आने दे. ഈ കേരളത്തിലൊക്കെ അങ്ങനെ കേട്ടോ. केरला में ऐसा होता है. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അത്രയും വലിയ ഇലക്ഷൻ പ്രചരണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. नॉर्थ इंडिया में उतना बड़ा इलेक्शन का वो प्रदर्शन हमने देखा नहीं है. पहले होता പക്ഷെ था. കേരളത്തിൽ എങ്ങനെയാണെന്നറിയോ? केरला में कैसा होता है? സമയമാകുമ്പോൾ इलेक्शन के समय पर സ്ഥാനാർത്ഥി ഓരോ സ്ഥലങ്ങളിലും വന്ന് പ്രസംഗിക്കും. जो स्थानार्थी लोग हैं वो एक एक जगह पर जाकर अपना प्रचार करते हैं. സ്ഥാനാർത്ഥി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ उनके आने से घंटों पहले പൈലറ്റ് ജീപ്പുകൾ മുന്നിൽ വരും. पायलट जीप आगे आते हैं. ആദ്യം ഒരു ജീപ്പ് വരുന്നു. पहला एक जीप आता है. അതിൽ നിന്ന് അനൗൺസ്മെന്റ് ആണ്. उसमें से अनाउंसमेंट होता है. അന്നത്തെ കാലത്തെ അനൗൺസ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? उस जमाने के अनाउंसमेंट्स आपने सुने होंगे. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട് മലനാടിന്റെ റാണി എന്ന് അറിയപ്പെട്ടത്. മലനാടിന്റെ റാണി, पर्वतों की റാണി. रानी. अपना गांव को इसे बुलाते था पहाड़ों की റാണി. ഹല്ലേലൂയ. മലനാടിന്റെ റാണിയായ റാണിയുടെ പൊന്നോമന പുത്രൻ. അനൗൺസ്മെന്റ്. ഹല്ലേലൂയ. മലനാടിന്റെ റാണിയായ റാണിയുടെ പൊന്നോമന പുത്രൻ. അനൗൺസ്മെന്റ് ചെയ്യുക കേട്ടോ. पर्वतों की रानी जैसा एक जगह में एक अच्छा बेटा. पहाड़ों एक की प्यारा रानी, बेटा. रानी का प्रिय पुत्र इस गाड़ी का पीछे आ रहे. ഹല്ലേലൂയ. പൊന്നോമന പുത്രൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വരുന്നു അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കും അടുത്ത വണ്ടി പുള്ളി കാണുമെന്ന്. तो हम सोचते हैं कि पिछले गाड़ी में वो व्यक्ति रहेगा. ഹല്ലേലൂയ. फिर उसके पीछे और एक गाड़ी आएगा. അതിന് പിന്നിൽ വേറൊരു വണ്ടിയായി. उसमें से भी अनाउंसमेंट है. അതിൽ നിന്നും അനൗൺസ്മെന്റ് ആയിരിക്കും. देखो अपना वीर नेता आ रहे इसका पीछे. നമ്മുടെ വീരനായ നേതാവ് വരുന്നു. हम सोचे कि इसमें होगा. നാം ഓർക്കും फिर അതിലുണ്ടായിരിക്കും. बैंड बजा के और गाड़ी आएगा. പിന്നെ ബാൻഡ് എല്ലാം വെച്ച് അടുത്ത വണ്ടി तो വരും. हमें लगेगा उसमें है. അപ്പൊ നമുക്ക് തോന്നും 4-5 गाड़ी 1 घंटा से जा रहे. ഒരു हालेलुया. മണിക്കൂറായിട്ട് 4-5 फिर उसके വണ്ടികൾ बाद में പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം बहुत गाड़ियों के साथ में नेता आएगा. ഒരുപാട് വണ്ടികളുമായി खुला गाड़ी में നേതാവ് आएगा. വരും. തുറന്ന വണ്ടിയിൽ വരും. हालेलुया. ഹല്ലേലൂയ. पायलट जीप आगे आगे आएगा. പൈലറ്റ് ജീപ്പ് മുമ്പിൽ വരും. एलिया ഏലിയാവേ, तुम मृत्यु का इंतजार में, നീ മരണം നോക്കിയിരിക്കുവാണോ? तुम कह रहे बस हो गया, നീ പറയുക മതി मैं കർത്താവേ, मेरा पूर्व काम से अच्छा नहीं हूँ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ और मैं നല്ലവനല്ല, जीना नहीं चाहता. ഞാൻ ഇനിയും ജീവിക്കാൻ इतना जो ആഗ്രഹിക്കുന്നില്ല. सेवकाई किया ये काफी है बस. ഞാൻ ഇത്ര ശുശ്രൂഷ ചെയ്തു അത് മതി. लेकिन പക്ഷേ हालेलुया मृत्यु को इंतजार करने वाला एलिया, മരണത്തെ കാത്തിരിക്കുന്ന ഏലിയാവ്, मृत्यु का दूत को इंतजार करने वाला एलिया, മൃത്യുയുടെ സ്വർഗ്ഗദൂതനെ കാത്തിരിക്കുന്ന ഏലിയാവ്. अपने भारत का संस्कृति में इसे कहते हैं यमदूत कहते हैं ना. हालेलुया. നമ്മുടെ നാട്ടിൽ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ പറയുന്നത് യമദൂതൻ എന്ന് അല്ലേ? इंडिया में हम इस प्रकार से कहते हैं कि मृत्यु का दूत होता है. പോത്തിന്റെ മണ്ടയ്ക്ക് വരുന്നതൊക്കെ ഇവിടുത്തെ यमराज. യമരാജ് പോത്തിന്റെ മണ്ടയ്ക്ക് വരുന്നത്. भैंस के ऊपर. നമ്മുടെ നാടൻ ഭാഷ കാലൻ എന്ന് പറയും. കാലൻ. കാലനെ കാത്തിരിക്കുന്ന यमराज को इंतजार करने वाला. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ यदि ऐसा कोई है तो ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നിങ്ങളോട് പറയുക, आज इस वक्त पवित्र आत्मा आपसे कह रही है. പൈലറ്റ് ജീപ്പ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. आमेन आमेन आमेन. ഒന്ന് एक पायलट കൊട്ടി जीप ഉണർത്താൻ उतर ഇറങ്ങിയിട്ടുണ്ട് चुका കേട്ടോ. है. वो आपको जगाने के लिए എഴുന്നേൽക്കെന്ന് निकल പറയാൻ चुका ഇറങ്ങിയിട്ടുണ്ട് है. കേട്ടോ. उठो कहने के लिए जाग आ चुका അപ്പുറത്തെ है. ഹെരോദാവിന്റെ കിങ്കരന്മാർ വാളിരാകുമ്പോൾ एक तरफ हेरोदा के राजा तलवार चला रहे हैं, ഇപ്പുറത്തൊരു പത്രോസ് കിടന്നുറങ്ങുന്നുണ്ട്. दूसरा एक पत्रस सो रहा है. പത്രോസിനോട് പറഞ്ഞേക്കുന്നത് നാളെ നിന്റെ എക്സിക്യൂഷൻ ആണ്. पत्रस से कहा कि कल तेरा सर काट डाला നാളെ जाएगा. നിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച വിധി നടപ്പാക്കാൻ कल പോകുകയാണ്. तेरा जो
कल तेरा सर काट डाला जाएगा। മരണം കാത്തു കിടക്കേ കേട്ടോ. मृत्यु का इंतजार करके सो रहा है। തട്ടി ഉണർത്തിട്ട് പറയാം, स्वर्गदूत आकर उठा कर कहते get up, हैं, hallelujah, എഴുന്നേൽക്ക്. उठो उठो। നമ്മൾ ഈ വർഷത്തിന് ആദ്യം മുതൽ പറയണം get up, get up, get up, get up, get up, हम hallelujah. शुरुआत से यही कह रहे हैं कि എഴുന്നേൽക്ക്, മരിക്കാൻ സമയമായിട്ടില്ലെന്ന്. उठो उठो उठो, मृत्यु का समय മരിക്കാൻ नहीं हुआ സമയമായിട്ടില്ലെന്ന്. है, मृत्यु का समय ഒത്തിരി नहीं हुआ promises है, ഉണ്ടെന്ന്. बहुत promises बाकी है, बहुत वायदों बाकी है. ഒത്തിരി വാഗ്ദത്തങ്ങൾ ബാക്കി मृत्यु का समय आया കിടപ്പുണ്ട്, नहीं. मरने का समय नहीं കഴിഞ്ഞ हुआ। വീക്കിൽ ജോസഫിനെ കുറിച്ച് കേട്ടു. पिछले दिन में हम यूसुफ के बारे में सुना। भाइयों क्या प्लानिंग किया था? സഹോദരന്മാർ എന്ത് जोसेफ പ്ലാൻ को मार ചെയ്തു? डालने का प्लानिंग किया था. യൂസുഫിനെ കൊല്ലുവാൻ പ്ലാൻ लेकिन ചെയ്തു, रूबन बीच में आया. പക്ഷേ रूबन റൂബൻ ഇടയ്ക്ക് വന്നു, वो सबसे बड़ा भाई. വലിയ സഹോദരൻ। उन्होंने कहा मत मारो, वो अपना ही लहू है, उसको मारना नहीं है. പറഞ്ഞു കൊല്ലണ്ട, നമ്മുടെ തന്നെ उसको സഹോദരനല്ലേ, गुलाम बना के हम भेजेगा. നമുക്ക് അവനെ അടിമയാക്കി അയക്കാം। क्यों मालूम है? रूबन को ऐसे बुद्धि क्यों आया मालूम है? രൂപൻ എന്താ ഇങ്ങനെ ഒരു ബുദ്ധി क्योंकि വന്നത്? जिसको वायदा है उनको मार डालने के लिए प्रभु इजाजत देगा नहीं. ആമേൻ. കാരണം വാഗ്ദത്തമുള്ളവനെ കൊല്ലുവാൻ കർത്താവ് അനുവദിക്കത്തില്ല। पोतीफर का पत्नी ने പോത്തിഫറിന്റെ ഭാര്യ सबसे बड़ा गुनाह उनके ऊपर, सबसे बड़ा दोष उनके ऊपर लगाया. ഏറ്റവും വലിയ ദോഷം ആ വ്യക്തി മണ്ടയ്ക്ക് വെച്ചു കൊടുത്തു। आलोचना करने वाला बहुत लोग था. നമുക്ക് കോൺസ്പിറൻസി ചെയ്യാൻ അനേകർ पोतीफर को ഉണ്ടായിരിക്കാം। किसी को पूछने का हालेलुया जरूरत नहीं है. പോത്തിഫറോട് ആരും ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല। हालेलुया, ഹല്ലേലൂയ, इतना ही बोलना था. ഇത്രയും ये പറഞ്ഞാൽ मेरा गुलाम മതിയായിരുന്നു। है, लेके जाओ, उनको मार डालो. അവൻ എന്റെ അടിമയാണ്, കൊണ്ടുപോയി അവനെ കൊന്നുകളയുക। लेकिन पोतीफर कहा नहीं. लेकिन പോത്തിഫർ അങ്ങനെ पोतीफर बोला പറഞ്ഞില്ല। जेल में डालो. क्यों? പോത്തിഫർ പറഞ്ഞു ജയിലിൽ क्यों? അടയ്ക്കുക। अगर तुझे वायदा है तो, കാരണം നിനക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ, तुझे वायदा है तो വാഗ്ദത്തമുണ്ടെങ്കിൽ कुछ भी होने दीजिए. എന്തൊക്കെ कितना भी സംഭവിച്ചാലും, बड़ा दोष आपके ऊपर लगाने എത്ര दीजिए, വലിയ കുറ്റം ചുമത്തിയാലും तुम खत्म होने वाला नहीं. നിങ്ങൾ മരിച്ചു പോകുകയില്ല। इसलिए हम कहते हैं ना, അതുകൊണ്ട് നമ്മൾ वायदा പറയുന്നത്, अपना विरासत है. ओ वायदा पृथ्वी बदल, आमेन. वचन उसका बदलता नहीं. ओ आकाश और पृथ्वी बदल जाएगा, वचन उसका बदलता नहीं. तेरे लिए करता प्रबंध हो एक श्रेष्ठ मार्ग को. तेरे लिए करता प्रबंध वो एक श्रेष्ठ मार्ग को. समय में सहायक है वो, आंसू मेरा पहुंचेगा. कष्टों के समय में सहायक है वो, आंसू मेरा पहुंचेगा. हालेलुया. ഹല്ലേലൂയ. वायदा अपना विरासत है. വാഗ്ദത്തം നമ്മുടെ जो അവകാശമാണ്। वचन दिया परमेश्वर कभी बदलने वाला परमेश्वर नहीं. വാഗ്ദത്തം ചെയ്ത് ഒരിക്കലും മാറി പോകുകയില്ല। इस गाने का आगे का लाइन्स में ऐसे लिखा है, അത് മൂട്ടിൽ വരികൾ क्या तुम ഇങ്ങനെയാണ്, बीमारी से ग्रसित है? നീ രോഗത്താൽ क्या ഭാരപ്പെടുകയാണോ? तुम बीमारी से ग्रसित നീ है? രോഗത്താൽ ഭാരപ്പെടുകയാണോ? हालेलुया, चिंता मत करो. നിങ്ങൾ നീ വിഷമിക്കേണ്ട, यीशु तुझे चंगाई देने वाला है. യേശു നിനക്ക് സൗഖ്യം തരും। हल्का लाम शखना राम, आज प्रार्थना करो. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം। एलिया ने कहा बस ഏലിയ പറഞ്ഞു മതി, इतना तो मैंने किया, ഇത്രയൊക്കെ ഞാൻ ചെയ്തു, और कुछ नहीं मांगते. ഇനി എന്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട। मैं मेरा सेवकाई मरे हुए अवस्था में എന്റെ ശുശ്രൂഷ മരിച്ച അവസ്ഥയിലായി। एक स्वर्गदूत आया, ഒരു സ്വർഗ്ഗദൂതൻ വന്നു, उसको जगाया. തട്ടി ഉണർത്തി, जागो, എണീക്കുക, जागो, എണീക്കുക, उठो, എണീറ്റ് उठो. എണീക്കുക। शाखा माना राम था ना, क्या कहा मालूम है? എന്താ പറഞ്ഞത്? पहले खाना और पानी दिया पीने. ആദ്യം ഭക്ഷണവും വെള്ളവും കൊടുത്തു। पायलट जी इसलिए आ रहे, പൈലറ്റ് ജീപ്പ് എന്തിനാ വരുന്നത്? पहले तेरा थकापन को दूर करने. ആദ്യം നിന്റെ ക്ഷീണത്തെ അകറ്റുവാൻ। वचन में क्या लिखा मालूम? വചനം എന്ത് उसके बाद में എഴുതിയിരിക്കുന്നു? वापस एलिया सो गया. അതിനുശേഷം എലിയ പിന്നെയും കിടന്നുറങ്ങി। एलिया कभी सोचा नहीं, ഏലിയ ഒരിക്കലും വിചാരിച്ചില്ല हालेलुया, कुछ और भी पद्धति है परमेश्वर. ഇനിയും ദൈവത്തിന് ആലോചനകൾ एलिया सोचा പദ്ധതികളുണ്ട്। ठीक है, खाना पीना मिला, अभी वापस हो जाएगी क्योंकि मृत्यु के इंतजार में है. ഏലിയ ഓർത്തു എല്ലാം ഭക്ഷണം കഴിച്ചു, ഇനി कौन सा മരണം वाहन നോക്കി का കിടക്കും. इंतजार में? ഏത് വാഹനത്തെ നോക്കിയിരിക്കുകയാ? मृत्यु का वाहन का इंतजार. മരണത്തിന്റെ വാഹനം। हालेलुया, हालेलुया। मृत्यु का वाहन മരണത്തിന്റെ വാഹനം, उसका इंतजार में. അത് നോക്കിയിരിക്കുക। हाँ, हालेलुया. परमेश्वर का हजारों हजारों रथों में
ദൈവത്തിന് 1000 രഥങ്ങളുണ്ട്. उसमें से कौन सा आएगा जानता नहीं है, लेकिन एक तो आएगा. അതിലേത് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്ന് വരും. हालेलुया. उसका इंतजार में മരണം കാത്തിരിക്കുകയാ. वापस स्वर्गदूत आया, വീണ്ടും സ്വർഗ്ഗദൂതൻ വന്നു, उसको जगाया തട്ടി ഉണർത്തി. और कहा क्यों सो रहे, എന്നിട്ട് പറഞ്ഞു എന്തിനു ഉറങ്ങുന്നു, ഉണരുക, जागो, ഉണരുക, क्योंकि तुझे बहुत लंबी सफर है, കാരണം നിനക്കൊരു നീണ്ട बहुत യാത്രയുണ്ട്, दूर और जाना है. നിനക്കൊരു നീണ്ട आपको യാത്രയുണ്ട്. बगल में बैठा भाई को बहन को कहो ब्रदर सिस्टर आपको बहुत लंबी सफर है. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തി തൊട്ടിട്ട് പറയുക നിങ്ങൾക്ക് खत्म ദൂര हुआ नहीं, യാത്രയുണ്ട്, खत्म हुआ नहीं, खत्म हुआ नहीं. തീർന്നു പോയിട്ടില്ല, Child തീർന്നു of God, പോയിട്ടില്ല, खत्म हुआ नहीं, खत्म हुआ नहीं. तीर्न मलका लामा पोइचिल्ला. शकना हदले लाम शलखमन रगदले. तुम जीवित हो जाओ, जीवित हो जाओ, ജീവിക്കുക, जीवित हो जाओ, ജീവിക്കുക, जीवित हो जाओ. ജീവൻ मरे പ്രാപിക്കുക, हुए लोगों के बीच में से उठो, जागो, जाके उठो. മരിച്ചവരിൽ നിന്ന് എണീക്കുക. थैंक यू जीसस. उस भोजन का ताकत से ആ ഭക്ഷണത്തിന്റെ ആരോഗ്യത്താൽ एलिया 40 दिन आगे गया. ഏലിയ 40 ദിവസം വീണ്ടും 40 दिन മുമ്പോട്ട് പോയി. चला उस भोजन का ताकत से. 40 ദിവസം നടന്നു ആ परमेश्वर ഭക്ഷണത്തിന്. का पहाड़ होरेब तक पहुंचा. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. उधर भी जाके അവിടെയും एक गुहा के अंदर जाके क्या किया, ഒരു ഗുഫയിൽ ചെന്നിരുന്നു, क्या किया लिखा है उधर, है ना, क्या किया, सोया. ഉറങ്ങി. सही है ना, सो गया. उन्होंने सोचा प्रभु ने मरने का जगह होरेब चुना, इसलिए मैं होरेब में जाके मरेगा. അതുകൊണ്ട് ഹോരേബിൽ പോയി മരിക്കാമെന്ന് अच्छा जगह है ना വിചാരിച്ചു. मरने के लिए, होरेब परमेश्वर का पहाड़. ദൈവത്തിന്റെ പർവ്വതം, भाई परमेश्वर का पहाड़ पवित्र जगह में आपको लेके गया, मरने के लिए नहीं. ദൈവത്തിന്റെ പർവ്വതമായ വിശ്വസിച്ച് നിങ്ങളെ കൊണ്ടുപോയത് മരിക്കുവാൻ വേണ്ടിയല്ല, कुछ लोग ജീവിക്കുവാൻ कहते हैं വേണ്ടിയാണ്. मुझे उस शहर में जाके मरना है. ചിലർ പറയും എനിക്ക് ആ ഷെയറിൽ പോയി भाई മരിക്കണം. उधर मर के कोई मतलब नहीं है. സഹോദര അവിടെ പോയി उधर മരിച്ചിട്ട് जाके जीवित होना है കാര്യമില്ല. आपको. അവിടെ പോയി നീ ജീവൻ പ്രാപിക്കണം. सही है ना. ശരിയല്ലേ? परमेश्वर का पवित्र भवन में जाएगा तो तुम मरेगा नहीं, फिर तुमको क्या होने वाला है. आमेन आमेन आमेन. ये बात समझने वाला लोगों के लिए मैं प्रभु को धन्यवाद देना आमेन चाहता आमेन हूं. आमेन. हालेलुया. जब मरने के लिए गया व्यक्ति होरेब में जाके सो रहे. മരിക്കാൻ താല്പര്യമുള്ള വ്യക്തി ഹോരേബിൽ പോയി കിടന്നു हालेलुया. ഉറങ്ങുന്നു. क्या सोच के सो रहे, എന്തോർത്ത് ഉറങ്ങുന്നു? मुझे मरना है. എനിക്ക് മരിക്കണം. उधर नहीं मरा तो इधर मरना है. അവിടെ മരിച്ചില്ല എങ്കിൽ ഇവിടെ ये मरने മരിക്കണം. के लिए अच्छा जगह है, ഇവിടെ മരിക്കുവാൻ നല്ല സ്ഥലമാണ്, पवित्र जगह है. होरेब है, परमेश्वर का पहाड़ है. വിശുദ്ധ സ്ഥലമാണ്. उधर वापस അവിടെ एक വീണ്ടും आंधी आया. ഒരു കൊടുങ്കാറ്റടിച്ചു. हालेलुया. ഹല്ലേലൂയ. आंधी आया, ഒരു കൊടുങ്കാറ്റടിച്ചു, जाग गया. എണീറ്റു. कभी कभी कुछ आंधियां क्यों आते हैं मालूम है. ചിലപ്പോ എന്തിനാ ഈ കൊടുങ്കാറ്റ് उस വരുന്നത്? आंधियों में परमेश्वर को उपस्थिति नहीं ആ है, കൊടുങ്കാറ്റിൽ യഹോവ लेकिन ഇല്ലായിരുന്നു. आंधी आंधी का काम करेगा. പക്ഷെ കൊടുങ്കാറ്റിന്റെ आंधी പ്രവൃത്തി तुझे ചെയ്യും. जगाएगा. ആ കൊടുങ്കാറ്റിനെ തട്ടി कितना लोगों को ഉണർത്തും. समझ में आया. എത്ര പേർക്ക് अगर മനസ്സിലായി? भारत का भूमि में आंधी होते तो അതിലോ ഈ ഭാരതത്തിൽ ഭൂമിയിൽ इस आंधी कलीसिया में क्रांति लाएगा. കൊടുങ്കാറ്റ് നമ്മുടെ സഭയിൽ റിവോല്യൂഷൻ തന്നെ കൊണ്ടുവരും. धन्यवाद यीशु. आंधी हालेलुया. कलीसिया में കൊടുങ്കാറ്റ് സഭയിൽ क्रांति लाएगा. क्रांति, रिवॉल्यूशन रिवॉल्यूशन. हालेलुया. मुझे जानता नहीं मुझे कहां से ये शब्द मिल रहे हैं. मेरा हिंदी वोकैबुलरी बहुत कम है, लेकिन कभी कभी ये ना मंच में परमेश्वर का आत्मा डिलीवरी करेगा. धन्यवाद यीशु. कहो ना, आंधी अपना जीवन में കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ एक जीवन लाने वाला है. ഒരു ജീവൻ കൊണ്ടുവരും. आंधी अपना जीवन में. കൊടുങ്കാറ്റ് നമ്മുടെ ओ ജീവിതത്തിൽ हालेलुया. इस आंधी मुझे खत्म करने के लिए नहीं, ഈ കൊടുങ്കാറ്റിനെ നശിപ്പിക്കുവാൻ इस വേണ്ടിയല്ല, भूतोल मुझे खत्म करने के लिए नहीं, ഈ ഭൂകമ്പത്തെ इस നശിപ്പിക്കുവാൻ भूतोल मुझे വേണ്ടിയല്ല, जगाने के लिए. ഈ ഭൂകമ്പത്തെ जो ഉണർത്തുവാൻ मृत्यु का വേണ്ടിയാണ്. इंतजार करने वाला व्यक्ति को जगाने के लिए, മരണത്തെ നോക്കിയിരിക്കുന്ന വ്യക്തിയെ ഉണർത്താൻ तुझे വേണ്ടിയാണ്. पहले जैसे क्रांतिकारी बनाने के लिए. എന്നെ പിന്നത്തെ പോലെ एलिया तो किसी को डरने वाला नहीं था. ഏലി ആരെയും आहाब का പേടിക്കുന്നവനായിരുന്നു. नाक के और इशारा करके बात करने वाला एलिया. ആഹാബിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഏലിയ, आहाब का नाक के और इशारा करके बात करने वाले एलिया. ആഹാബിന്റെ മൂക്കിലേക്ക് നോക്കി സംസാരിക്കുന്ന अब ഏലിയ. तुम कहां है. അത്ഭുതം എവിടെയാ? परमेश्वर का आत्मा पूछ रहे, പരിശുദ്ധാത്മാവ് तुझे इधर ചോദിക്കുന്നു, क्या काम है, നിനക്ക് ഇവിടെ എന്ത് तुझे കാര്യം? इधर क्या काम है, നിനക്ക് ഇവിടെ എന്ത് तुझे मैंने കാര്യം? बुलाया है. ഞാൻ നിന്നെ बड़े വിളിച്ചിരിക്കുന്നു. बड़े राजाओं का नाक की ओर इशारा करके ആമേൻ, ആമേൻ. വലിയ വലിയ രാജ്യങ്ങളുടെ മുഖത്തേക്ക് अधिकार നോക്കി, के साथ में भविष्यवाणी देने के लिए. രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുവാൻ വേണ്ടി. हालेलुया. ഹല്ലേലൂയ. Oh my God. मलका लामा शकना. तुझे मैंने बुलाया है ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് नाथान का जैसे, നാഥാനെ പോലെ, दाऊद की ओर हालेलुया इशारा करके. ദാവീദിലേക്ക് മുഖത്തേക്ക് ओ നോക്കി, इंसान तुम हो कहने के लिए. നീയാണാ
കാബി അൽമാ ലമ ശഖന റംതന രഗദൽ ആ മനുഷ്യൻ നീയാകുന്നുവെന്ന് वो व्यक्ति तू है कहने ദേശത്തിന്റെ രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ देश के राजा के सामने उंगली വിളിക്കപ്പെട്ട നാഥാൻ, बुलाया गया नाथान, ആഹാബിന്റെ നേരെ വിരൽ ചൂണ്ടിയ ഏലിയാവ്, आहाब के सामने उंगली उठाने നീ वाला എവിടെയാണ് एलिया, നിൽക്കുന്നത്? तू आज कहां നീ पर खड़ा ഭയന്ന് है? നിൽക്കുകയാണോ? क्या तू आज भय होकर നിന്നെ खड़ा है? ഉണർത്തുവാൻ तुझे जगाने के लिए ഭാരതത്തിന്റെ മണ്ണിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് भारत के देश में उठने वाली आंधी അൽക്കാ तूफान, ലമ ശഖന റംതനെ ആത്മാവിൽ ചിലർ ഉണരട്ടെ, आत्मा में कुछ लोग जाग उठने ആത്മാവിൽ पाए, ചിലർ ശുശ്രൂഷ പ്രാപിക്കട്ടെ. आत्मा में कुछ लोग सेवकाई को അൽക്കാ ലമ प्राप्त करने ശഖന पाए. റംതനെ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ചില ദൂതുകൾ ഡെലിവർ ചെയ്യുക. आप पवित्र आत्मा कुछ वाणियां दे रही है, പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ ഡെലിവർ ചെയ്യുക. पवित्र आत्मा कुछ वाणियां यहाँ पर डेलीवर कर रही है. കരങ്ങളെ അടിച്ചാട്ടെ, ओ रबा शेख കരങ്ങളെ അടിച്ചാട്ടെ, रेखे मानव रबा കരങ്ങളെ അടിച്ചാട്ടെ, കരങ്ങളെ ताली അടിച്ചാട്ടെ, बजाकर കരങ്ങളെ ताली അടിച്ചാട്ടെ, बजाकर इस वचन को കരങ്ങളെ स्वीकार അടിച്ചാട്ടെ. करें. മാശഖനെ ओ रबा റംദനെ. शेथे, ഓ रेखे മൽത്തെ मानव ലമ रबा ശഖമന. എനിക്കറിയാം ഈ ദൂത് എങ്ങോട്ടൊക്കെ കയറി പോകുന്നെന്ന്. मैं जानता हूँ कि वाणी कहाँ कहाँ की ओर जा ദൈവാത്മാ रही പറയുന്നു, है. പ്രവചിക്കാൻ പറയുന്നു, पवित्र आत्मा कह रहा है कि भविष्यवाणी दे. രാജാക്കന്മാരോട് പ്രവചിക്കാൻ പറയുന്നു. राजाओं को देखकर तो ഓ भविष्यवाणी कर. പ്രവചിക്കുന്ന നാഥാന്മാർ, भविष्यवाणी करने वाला नाथान, വിശുദ്ധിയുടെ പ്രവാചകന്മാർ, विशुद्धि का भविष्य, പാപത്തിനെതിരെ ശബ്ദിക്കുന്ന പ്രവാചകന്മാർ, श्राप के अगेंस्ट में मुंह खोलने അൽക്കാ वाला ലമ भविष्यवक्ता ശഖമന. लोग, ദേശത്തെ മാറ്റുന്ന പ്രവാചകന്മാർ देशों को बदलने वाला ഓ भविष्यवक्ता लोग സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ, कलीसिया के अंदर നമ്മുടെ उठने दे, ചെറുപ്പക്കാരിൽ എഴുന്നേൽക്കട്ടെ. हमारे नौजवानों के बीच में उठने दे. ആത്മാവ് പറയുന്നു, പ്രവചിക്കാം. पवित्र आत्मा कह रही है कि അൽക്കാ ലമ भविष्यवाणी कर. ശഖനെ. ओ रबा शेथे रेखे रबा शत्रुना. ഏലിയാവേ, हे एलिया, നിനക്കെന്താ ഇവിടെ കാര്യം? तुझे क्या इधर काम, നിനക്കെന്താ ഇവിടെ കാര്യം? तुझे क्या इधर काम. ചൂരച്ചെടിയുടെ തണലിൽ ചുരുണ്ടു കിടക്കാൻ ഉള്ളവനല്ല നീ. झाड़ियों के बीच में सोने के लिए नहीं तुझे बुलाया है. ചൂരച്ചെടിയുടെ തണലിൽ ചുരുണ്ടു കിടക്കാൻ ഉള്ളവനല്ല നീ. झाड़ियों के बीच में तुझको सोने के लिए नहीं बुलाया ശുശ്രൂഷ है. മരിച്ചെന്ന് പറഞ്ഞു കുത്തിയിരിക്കാൻ ഉള്ളവനല്ല നീ. सेवकाई मर गया बोलकर छुप कर बैठने के लिए नहीं है तू. മതി എന്ന് പറയുന്നിടത്ത് बस बोलने वाले जगह തുടങ്ങുന്ന पर ഒരു സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്. शुरुआत करने वाली एक स्वर्ग की योजना है. जहाँ तू बस कहा എവിടെ മതി എന്ന് പറഞ്ഞു उधर शुरू करने वाला एक परमेश्वर का पद्धति है. അവിടെ ആരംഭിക്കുന്ന സ്വർഗത്തിൽ ഒരു പദ്ധതിയുണ്ട്. कुछ लोग कहा कि बस ചിലർ പറഞ്ഞു लोग മതി, आता कह रहे പരിശുദ്ധാത്മാവ് इधर मैं പറഞ്ഞു, शुरू करने वाला ഇവിടെ है. നിന്ന് ആരംഭിക്കുന്നു, इधर तेरे सेवकाई की शुरुआत है. ഇവിടുന്ന് ശുശ്രൂഷയുടെ ആരംഭമാകുന്നു. हालेलुया. हालेलुया. रिखा रबा शथुना भले एक वाहन आया, एक आंधी ആദ്യം ഒരു കൊടുങ്കാറ്റ് വന്നു तुझे जगाने के लिए. നിന്നെ ഉണർത്തുവാൻ വേണ്ടി. Thank you Jesus. हालेलुया. ദൈവാത്മാവ് പറയുന്നു, पवित्र आत्मा कह रही है, ചിലർ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് കൊട്ടി ഉണർത്താൻ പോകുക. कुछ लोगों को पवित्र आत्मा जगा रही है. ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുന്ന ചിലതിനെ झाड़ी के बीच में सोने वाले कुछ को ഹല്ലേലൂയ കൊട്ടി ഉണർത്താൻ പോകുക. जगाने वाली है, കൊട്ടി ഉണർത്താൻ പോകുക. जगाने वाली है. ഞാൻ ആത്മാവിൽ കാണുകയാ. मैं आत्मा में देखता हूँ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി. 19:5. 5वां आयत में ഓ എന്താ എഴുതിയിരിക്കുന്നത്? वहां पर क्या लिखा है? ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുന്ന ഏലിയാവിനെ തട്ടിയെന്ന്. वह छाऊ के पेड़ के तले लेट कर सो गया और देखो एक दूत उसे छू कर कहा. ചിലതിനെ പരിശുദ്ധാത്മാവ് തട്ടാൻ പോകുക. आज पवित्र आत्मा कुछ को जगा रही എന്തിനാ है. സുഹൃത്തെ തട്ടുന്നത്? क्यों उठाता है, छूता है? എന്തിനാ ഹല്ലേലൂയ നിന്നെ തട്ടുന്നത്? क्यों वो छू कर उठाता है? ഹല്ലേലൂയ നിന്നെ ജീവിപ്പിക്കാനാ. तुझे झिलाने के നിന്റെ लिए, ശുശ്രൂഷ तेरी ജീവിപ്പിക്കാനാ. सेवकाई को झिलाने നിന്റെ के लिए, കൃപാവരങ്ങളെ तेरी ജീവിപ്പിക്കാനാ. कृपा वरदानों को झिलाने के लिए, മങ്ങിപ്പോയ നിന്റെ ശുശ്രൂഷ ഊതി കത്തിക്കാനാ. धुंधलापन होगी तेरी सेवकाई को പകൽക്കാലം ചിലതിനെ जगाने के തട്ടി लिए. ഉണർത്തുന്ന പകൽക്കാലമായി തീരട്ടെ. आज का इस वक्त किसी को उठाने का रात ഓ होने ശകം ഈ ലൈവ് മെസ്സേജ് കേൾക്കുന്ന ചിലതിന്റെ മേൽ लाइव के संदेश सुनने वाले कुछ लोगों के പരിശുദ്ധാത്മാവിനെ ऊपर ഒരു തട്ടി ഉണർത്തൽ. पवित्र आत्मा का एक छू कर उठाना. ഹല്ലേലൂയ. शमना, रम शतमना. हस्तल खमना व रवा बगल में बैठा उसको कहो ना, അടുത്തിരിക്കുന്നവരെ തട്ടി പറഞ്ഞാട്ടെ, ചൂരച്ചെടിയിൽ ചുരുണ്ടു കിടക്കാനുള്ളവനല്ല നീ. छाऊ के पेड़ पर लेट कर सोने वाला नहीं है तू. कौन सा जाने? ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചുരുണ്ടു കിടക്കാനുള്ളവനല്ല നീ. छाऊ के पेड़ के तले सोने वाला नहीं है. ഹല്ലേലൂയ. അവിടുന്ന് തട്ടി ഉണർത്തി.
वहां से जगा कर 40 उठाया, ദിവസത്തെ വഴി നടത്തി, 40 दिन का रास्ता चलाया, ഹോരേബിൽ കൊണ്ടുവന്ന് होरेब का लेकर गया, പിന്നെയും ഗുഹയ്ക്കകത്ത് കയറി ഉറങ്ങുക. वापस गुफे के अंदर वो सो रहा है. क्या है कारण? ദൂതൻ തട്ടിയത് കൊണ്ട് दूध ने जगाया, ജീവൻ इसे കിട്ടത്തില്ല കേട്ടോ. जीवन नहीं कितो? मिलेगा. आमेन, ദൂതൻ आमेन. തട്ടിയതുകൊണ്ട് ചിലപ്പോൾ 40 ദിവസം നടന്നെന്നിരിക്കും. स्वर्गदूत ने जगाया, 40 दिन तक चल सकता ദൂതൻ है. തട്ടിയോണ്ട് എഴുന്നേറ്റെന്നിരിക്കും. स्वर्गदूत जगाया तो वहां पर जगह हो ദൂതൻ തന്ന सकता है. വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ച 40 ദിവസം നടന്നെന്നിരിക്കും. स्वर्गदूत ने तुझे जगाया तो 40 दिन तो चल അത് सकता है. ടെമ്പററി റിലീഫാ. वो एक टेम्पररी रिलीफ ഇപ്പൊ है. പിന്നെയും ചാകണം എന്നുള്ള ചിന്ത മാറിയിട്ടില്ല. लेकिन अभी भी वो मरना है, वो मृत्यु का चिंता हटा नहीं है. ഹല്ലേലൂയ. ഗുഹയ്ക്കകത്ത് കയറി കിടന്ന് अभी ഉറങ്ങുക. गुफे के अंदर वो सो रहा है. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും അങ്ങനെ ഒതുങ്ങിപ്പോയവരുണ്ടെങ്കിൽ कोई भी अगर ऐसा दबा हुआ कोई है तो ഈ ഉറങ്ങുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? सो रहा है का मतलब क्या അത് है? ഇനാക്റ്റീവ് ആയെന്നുള്ളതിന്റെ ലക്ഷണമാണ്. मतलब वो इनएक्टिव हो गया है. ഹല്ലേലൂയ. आमेन, आमेन, हालेलुया. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറ, आपके बाजू बैठने वाले के हाथ पकड़ कर कहे, ഗുഹയ്ക്കകത്ത് ഉറങ്ങാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. गुफे के अंदर सोने के लिए नहीं तुझे बुलाया ഗുഹയ്ക്കകത്ത് है. ഉറങ്ങാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. गुफे के अंदर सोने के लिए नहीं तुझे ഗുഹയ്ക്കകത്ത് बुलाया है. ഉറങ്ങാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. गुफे के अंदर सोने के लिए नहीं तुझे ഷാന बुलाया റംഥന है. റംഷൽ കമന ഹൽതേ ലമ ശഖന രഗദൽ കടഗശരേ. ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന ഏലിയാവിനോട് गुफे के अंदर सोने वाले एलिया ദൈവം से സംസാരിക്കാൻ തുടങ്ങി. परमेश्वर बात करने എന്താ लगा. എന്താ പറയുന്നറിയാമോ? क्या कहता है वहाँ पर? ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? क्या वहाँ पर ഏലിയാവേ, कहता है? നിനക്കെന്താ ഇവിടെ കാര്യം? हे एलिया, तुझे क्या इधर काम? ഇതെന്തോ ചോദ്യമോ? ये क्या प्रश्न നീയല്ലേ है? പറഞ്ഞത് ഇവിടെ വരെ നടക്കാൻ? तूने तो कहा था यहाँ तक चल നീ के रहा. പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്? तूने कहा इसलिए मैं എന്നിട്ട് यहाँ നീ तक എന്നോട് आया. ചോദിക്കുന്നത് ഇവിടെ നിനക്കെന്താ और കാര്യം? अभी तू पूछ रहा है कि यहाँ എന്റെ पर तेरा കയ്യിൽ क्या കാല് काम? കെട്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇത് ചോദിക്കാമോ? परमेश्वर नहीं, यहाँ पर डाकर परमेश्वर ही पूछ रहा है कि इधर क्या काम? ഇവൻ ചില ചോദ്യങ്ങൾ നമ്മളോട് ഇന്ന് പകൽക്കാലം ചോദിക്കുക. परमेश्वर कुछ प्रश्न हमसे पूछ रहा है. നിനക്കെന്താ ഇവിടെ കാര്യം? तुझे क्या इधर ഇത് काम? ചോദിക്കാനാ ഇത്രയും ദൂരം കൊണ്ടുവന്നത്. ये पूछने के लिए यहाँ तक लेकर എന്നോട് आया. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഇത്രയും ദൂരം ദൈവം ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. कुछ प्रश्नों को पूछने के लिए परमेश्वर इतना दूर तुझे लेकर आया. हालेलुया. हालेलुया. എന്താ കാര്യം? क्या है प्रश्न? ഈ ദൈവം ഒരു പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ഒരാളെ ബലപ്പെടുത്താൻ പറയുന്ന വാക്കുകളില്ലേ? यदि परमेश्वर की जगह पर हम होते तो हम किसी को सांत्वना देने के लिए, बल करने के लिए कुछ बोलने वाला शब्द है ना. ഞാൻ കണ്ടിട്ടുള്ള ഏലിയാവ് ഇതല്ല. मैंने देखा हुआ एलिया तो ये नहीं है. ഞാൻ കണ്ടിട്ടുള്ള ഏലിയാവ് मैंने जो देखा एलिया, ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ്. वो गिलेयाद का एक एलिया है. വീട്ടിന്റെ പാരമ്പര്യമൊന്നുമില്ല. घर का पारंपरिक പക്ഷെ तो कुछ नहीं നിൽക്കുന്നിടത്ത് है. അഗ്നി ഇറങ്ങുന്ന ഒരു ഏലിയാവ്. लेकिन അവനെ जहाँ- ഞാൻ കണ്ടിട്ടുള്ളത്. लेकिन जहाँ खड़े रहते हैं वहाँ पर अग्नि उतारता है. ആഹാബിനെ वो ഇസബേലിൽ एलिया को നിന്ന് मैंने देखा പേടിക്കാത്തൊരു है. ഏലിയാവിനെ ഞാൻ കണ്ടിട്ടുള്ളത്. आहाब और इजबेल से डरता नहीं है, ऐसा एलिया को എടാ, मैंने ഈ देखा है. ഏലിയാവിനെ അല്ല എനിക്ക് വേണ്ടത്. अरे ये एलिया नहीं मेरे को चाहिए. കേൾക്കുന്നുണ്ടോ? हम ऐसा കഴിഞ്ഞ ദിവസം कहते हैं. എനിക്കൊരു ഒരു 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 റെവലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രകാശനം എന്ന് പറയാം. पिछले दिनों में एक प्रकाशन मुझे ऐसा मिला. ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ प्रकाशित वाक्य 11 अध्याय രണ്ട് में സാക്ഷികളെ കുറിച്ച് ഒരു ദൂതുണ്ട്. 2 गवाहियों के बारे में एक वाणी ഭൂരിപക്ഷം है. ദൈവദാസന്മാരും പറയുന്നത് മോശയും ഏലിയാവും ആണെന്ന്. वो बहुत लोग कहते हैं कि मूसा और एलिया है. മോശ ഏലിയാവും ആണെന്ന്. मूसा और एलिया. ഹല്ലേലൂയ. മോശയും मूसा രണ്ട് സാക്ഷികളെന്ന് അവരെ പറയുന്നത്. 2 गवाही ऐसा ही ചെറിയ कहा है. വചനോളിപ്പാട് പറയാം, കുഴപ്പമില്ലല്ലോ. एक वचन का प्रकाशन बोलना വേദപുസ്തകത്തിൽ चाहते മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, हैं. वचन में दूसरे एक आयत में लिखा है, ആകാശവും ഭൂമിയും आकाश और भूमि ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളാണ്. परमेश्वर के गवाही है. आमेन, രണ്ട് आमेन, സാക്ഷികൾ, ദൈവത്തിന്റെ ഏറ്റവും ഫെയ്ത്ത്ഫുൾ രണ്ട് സാക്ഷികൾ ആരാന്നറിയോ? आमेन, ഒരിക്കലും आमेन. കള്ളസാക്ഷി പറയാത്ത രണ്ട് സാക്ഷികൾ ആരാന്നറിയോ? 2 गवाही है जो झूठा गवाही नहीं देता, वो अदालत में 2 काफी है. लोग आके झूठा गवाही देते हैं. आमेन, 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 लेकिन कभी भी झूठा गवाही नहीं देने वाला 2 गवाहों में आमेन. एक ഒരിക്കലും पृथ्वी और एक आकाश. Amen. हालेलुया. ഒരിക്കലും കള്ളം പറഞ്ഞ സാക്ഷി രണ്ടാണ്, സ്വർഗവും ഭൂമിയും. കള്ളസാക്ഷ്യം പറയാത്ത രണ്ട് സാക്ഷികൾ. झूठा गवाही नहीं वचनത്തിൽ देने वाला 2 എഴുതിയിട്ടുണ്ട്. गवाही. वचन पर लिखा ദൈവം है, സാക്ഷി പറയാൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുമെന്ന്. परमेश्वर गवाही देने के लिए आकाश और भूमि को बुलाएगा. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? क्या आप एक सच्चाई जानते हो? ഈ ഭൂമിക്ക് കാതുണ്ട് കേട്ടോ. ये भूमि का कान है, It can hear. वो सुन सकता है. വേദോസം പറയുന്നു ഭൂമിയെ കേൾക്കുക. वचन कहता है कि हे भूमि तू आकाशमे, सुन, हे आकाश तू सुन ले. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക. हे आकाश तू सुन ले, हे पृथ्वी तू अपनी कान लगा. മനുഷ്യന്റെ കാത് പൊട്ടയായി പോയാലും ആകാശം ഭൂമിയും ദൈവശബ്ദം കേൾക്കും. यदि मनुष्य का कान बहरा हो जाए तो आकाश और पृथ्वी परमेश्वर की आवाज को सुनेगा. ഹല്ലേലൂയ. हालेलुया. ഈ ഭൂമിയുടെ മകത്ത് ये भूमि के ऊपर മനുഷ്യൻ പാപം ചെയ്യും. मनुष्य पाप करेगा. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യും. परमेश्वर को जो पसंद എല്ലാ नहीं है वो करेगा. കൊലപാതകവും എല്ലാ അന്യായവും ചെയ്യും. हर प्रकार का क्रिमिनल, हर प्रकार का अन्याय करेगा. നമ്മളപ്പം तब हम
ആ ദേശത്തിന്റെ പേര് കൂട്ടിയിട്ട് വിളിക്കും. तो हम उस देश का नाम लेकर ആ कहेगा ദേശം മുഴുവൻ പാപികളാണെന്ന് പറയും. वो देश पूरा पापियों से भरा है. സോദോം ഗോമോറ सोदोम और गमोरा പാപത്തിന്റെ പര്യായമാ. पाप का पर्याय शब्द പക്ഷെ है. ഞാൻ ഒരു വെളിപ്പാട് പറയാം. लेकिन मैं एक प्रकाशन कहना चाहता हूँ. സോദോമും ഗോമോറയും കർത്താവിന്റെ കൂടെ നിൽക്കുന്നത്. सोदोम और गमोरा परमेश्वर के साथ പാപം खड़ा है. ചെയ്യുന്നത് അതിന്റെ മുകളിലുള്ള മനുഷ്യനാണ്. आमिर पाप करने वाला उसके ऊपर के लोग സോദോമും हैं. ഗോമോറയും കർത്താവിന്റെ അടുക്കൽ ചെന്ന് സാക്ഷ്യം പറയും. सोदोम और गमोरा परमेश्वर हेलो. के पास जाकर गवाही बिल्कुल, देंगे. क्या आप सुन रहे हो? വചനത്തിൽ തെളിവുണ്ടോ? वचन में स्थापित किया गया है. ദൈവം എന്താ പറയുന്നത്? परमेश्वर क्या कहता है? ആ ദേശം എന്നോട് നിലവിളിക്കുന്നെന്ന്. वो देश मुझसे पुकारती है. Can you imagine that? क्या आप उस ഒരു सोच सकते हो? ദേശത്തിന്റെ മുകളിൽ പാപം പെരുകുമ്പോൾ एक देश के ऊपर जब पाप भर നമ്മൾ जाती പറയും ആ है ദേശം ശപിക്കപ്പെട്ട ദേശമാ. तो हम कहते हैं कि वो देश അപ്പൊ ആ श्रापित ദേശത്തിന്റെ है. മണ്ണ് പറയുന്നത്, ഭൂമി പറയുന്നത്, तो उस देश का मिट्टी ये എന്നെ बोलती ഒന്നും പറയരുത് है കേട്ടോ. मुझे कुछ मत कहना. ഞാൻ കർത്താവിന്റെ കൂടെ കേട്ടോ. मैं परमेश्वर ഞാൻ के എന്റെ साथ हूँ. സൃഷ്ടിതാവിനെ വിട്ട് ജീവിക്കത്തില്ല കേട്ടോ. मैं मेरे परमेश्वर को छोड़कर ഹലോ. जीऊंगा नहीं. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. भूमि परमेश्वर से कराती है. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. भूमि कांप रही है. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. भूमि यहाँ पर डोलमोल हो रही है. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. भूमि अभी यहाँ पर हिल रही है. ഹല്ലേലൂയ. കാരണം അതിന്റെ അകൃത്യഭാരം വഹിക്കാൻ അതിന് പറ്റുന്നില്ല. आमेन. क्योंकि पाप का बोझ वो उठा नहीं पा रहा. ദേശങ്ങൾ നിലവിളിക്കുക ദൈവത്തോട്, ദൈവമേ എന്റെ മണ്ടയ്ക്ക് എന്തൊക്കെ ഇവന്മാര് ചെയ്യുന്നത്. देश परमेश्वर से कराती है ശരിയല്ലേ? पर लोग मेरे ऊपर क्या क्या कर रहे हैं. രണ്ട് സാക്ഷികൾ, दो गवाही, വിശ്വസ്ത സാക്ഷികൾ, दो पवित्र गवाही, ആകാശവും ഭൂമിയും. एक आकाश और एक भूमि. ഇതിന്റെ ഒരു സിംബോളിസം എനിക്ക് ഈ ഏലിയാവിലും മോശയിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ये इसका सिंबोलिज्म एलिया और मूसा पर हम देख ഇവരുടെ सकते ശുശ്രൂഷയെ हैं. കാണാൻ പറ്റിയിട്ടുണ്ട്. इनकी सेवकाई पर हम देख सकते നിങ്ങളൊന്ന് हैं. ശ്രദ്ധിച്ചു കേട്ടോണേ. आप ध्यान से കഴിഞ്ഞ सुनना. ദിവസം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു വചനവെളിപ്പാടാ. पिछले दिनों में परमेश्वर में सिखाया हुआ एक वचन का प्रकाशन है. ഏലിയാവിന്റെ മോശയുടെ ശുശ്രൂഷ, एलिया और मूसा की सेवकाई, മോശയുടെ ശുശ്രൂഷ मूसा की सेवकाई വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. प्रकाशित वाक्य में देख മിസ്രൈമിൽ सकते ചെയ്ത हैं. ബാധകളൊക്കെ ആ കാലത്ത് മോശ ഇത് ചെയ്യും. ഹല്ലേലൂയ ചെയ്യും അല്ലേ? മിസ്രൈമിൽ നടന്ന ബാധകളൊക്കെ ചെയ്യും. मिस्र में जो बाधाएं आई थी वो सारा मूसा करेगा. വെളിപ്പാട് പുസ്തകം 11. प्रकाशित वाक्य 11. പിന്നെ ഏലിയാവിന്റെ ഒരു ശുശ്രൂഷയുണ്ട്. फिर एलिया का एक सेवकाई है. ആകാശത്തുനിന്ന് തീ ഇറക്കുന്ന ഒരു ശുശ്രൂഷ. आकाश से अग्नि उतारने അത് वाली അന്ന് सेवकाई ഏലിയാവ് ചെയ്യും. वो उस दिन एलिया करेगा. അപ്പൊ ഞാനൊരു വചനവെളിപ്പാട് പറയുക. तो मैंने एक वचन का प्रकाशन മോശയുടെ बोलता हूँ. ശുശ്രൂഷ നിങ്ങൾ പഠിച്ചാൽ मूसा की सेवकाई का आप ध्यान എന്റെ दोगे. ഭൂമിയുടെ മേലായിരുന്നു. वो भूमि के ऊपर था. നിലത്തെ പൊടിയെ आमेन, അടിച്ചു. आमेन, आमेन. धरती के मिट्टी को उसने നൈൽ मारा. നദിയെ അടിച്ചു. नाइल नदी पर मारा. ചെങ്കടലിനെ പിളർന്നു. वो लाल सागर को दो किया. കരയെയും സമുദ്രത്തെയും ഒക്കെ പിളർന്ന അടിച്ച പൊടിയെ അടിച്ച ശുശ്രൂഷയെ മോശയുടെ आमेन. ശുശ്രൂഷ. पर्वतों को और सागरों को मारकर उसने दो किया गया सेवकाई मूसा ने किया ഭൂമി है. വിശ്വസ്ത സാക്ഷിയായതുപോലെ भूमि जिस प्रकार से गवाही बन गया. മണ്ണിന്റെ മണ്ഡലത്തിൽ വടികൊണ്ട് ശുശ്രൂഷിച്ച ആമേൻ, ആമേൻ, ഒരു വിശ്വസ്ത ആമേൻ, ആമേൻ. സാക്ഷിയായിരുന്നു മോശ. मिट्टी में सेवकाई करने वाला एक विश्वास योग्य गवाही था मूसा. പക്ഷെ ഏലിയാവിന്റെ റലം വേറെയാ. लेकिन एलिया का रलम अलग था. കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हो? ഏലിയാവിന്റെ एलिया का रलम മണ്ഡലം വേറെയാ. अलग था. ഏലിയാവ് പെരുമാറിയ മണ്ഡലം എവിടെയാണെന്നറിയോ? एलिया ने काम किया वो അവൻ मंडल. ആകാശത്തെ അടച്ചു. वो आकाश को बंद അവൻ किया. ആകാശത്തെ തുറന്നു. वो आकाश को खोल അവൻ दिया. ആകാശത്തെ അടച്ചു. वो आकाश को खोल അവൻ दिया. മഴയെ ബ്ലോക്ക് ചെയ്തു. और उसने बारिश അവൻ को മഴയെ बंद किया. തുറന്നു. और बारिश को അവൻ खोल ആകാശത്ത് दिया. നിന്ന് തീയിറക്കി. और आकाश में से അവൻ अग्नि को ആകാശത്ത് उतारा. ഇറങ്ങി വന്ന അഗ്നി രഥങ്ങളിൽ എടുക്കപ്പെട്ടു. അവൻ आकाश में से उतरने वाला അവൻ अग्नि के ചലിച്ച रथों पर മണ്ഡലം उतारा ആകാശത്തിന്റെ गया. മണ്ഡലമാ. वो जहां पर काम किया वो आकाश के मंडलों पर काम किया. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? रबा ആകാശ शथुना. മണ്ഡലത്തിൽ ചലിക്കുന്ന അഭിഷേകത്തിന് ഇപ്പൊ भिखा പറയുക. रबा शथुना. ഹമ आत्मा के ശകമന. मंडलों पर काम ഹേ, करने वाला എനിക്കിത് अभिषेक മതിയെന്ന്. अभी कह रहा है ഈ कि നൂറ്റാണ്ടിൽ बस इस युग में ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന അഭിഷേകന്മാർ എഴുന്നേറ്റ് വരട്ടെ. आत्मा की मंडलों में काम करने वाले ഈ भविष्यवक्ता लोग നൂറ്റാണ്ടിൽ उठाएंगे. इस युग में ഭൗമിക മണ്ഡലത്തിലല്ല, भौतिक मंडलों ഫിസിക്കൽ റലത്തിലല്ല, फिजिकल रलम पर नहीं. ഈ നൂറ്റാണ്ടിൽ, ഈ അന്ത്യകാലത്ത് इस अंधकार भरी हुई അദർശ മണ്ഡലത്തിൽ, अदृश्य मंडलों पर മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ दूसरी भाषा में those who कहा जाए, operate in the heavenly realm, जो आकाश की मंडलों पर काम करने वाले സ്വർഗ മണ്ഡലത്തിൽ ചലിക്കുന്ന मंडलों पर काम നമുക്ക് करने वाले പോരാട്ടമുള്ളത് हमारा युद्ध ജഡരക്തങ്ങളോടല്ല. लहू और मांस से നമുക്ക് नहीं, പോരാട്ടമുള്ളത് हमारा युद्ध ഭൗമിക മണ്ഡലത്തിലല്ല. भौतिक मंडलों पर നമുക്ക് नहीं, പോരാട്ടമുള്ളത് हमारा युद्ध സ്വർലോക മണ്ഡലത്തിലെ, സ്വർഗീയ മണ്ഡലം, ആകാശ മണ്ഡലത്തിലെ, ആകാശ മണ്ഡലം, ആത്മാവിൽ ആകാശ മണ്ഡലത്തിൽ പോരാടുന്ന അഭിഷേകന്മാർ ഈ
रामथाना दुर्के लेमन शेखने रामदने इस युग में भी आत्मा के मंडलों में युद्ध करने वाला स्वर्ग मंडल की प्रधानताओं के ऊपर अंधकार के तुझे क्या इधर काम गुफा के अंदर दब कर बैठने वाला पेड़ के नीचे दब कर बैठने वाला व्यक्ति नहीं है तू। उठो उठो कलीसिया जाग ए मृत्यु को इंतजार करने वाले जाग जा, जीवन को प्राप्त कर ले। हालेलुया। कुछ लोग उठ नहीं पाए। खराबा शेत है എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग ये समझ पा रहे हैं? ആകാശ മണ്ഡലത്തെ കേറി നിയന്ത്രിക്കാൻ അധികാരം തന്ന അധികാരമുള്ള അഭിഷേകത്തിന് ഇപ്പം മരിച്ചാ മതി എന്ന് പറഞ്ഞ് ചുരുട്ട് കിടക്കല്ലേ? आकाश के मंडलों पर चढ़कर आकाश के मंडलों में युद्ध करने वाला अभिषेक अभी मरने का इंतजार करके लेटा सो रहा है। കർത്താവേ നിനക്കെന്താടാ ഇവിടെ കാര്യം? परमेश्वर पूछे तुझे क्या इधर का? നിനക്കൊരു വിളിയുണ്ട്, तुझे एक बुलाहट है, നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്, तुझे एक बुलाहट है। നീ പേടിച്ച് കിടക്കേണ്ടവനല്ല, तू डर कर सोने वाला व्यक्ति नहीं है। ഹല്ലേലൂയ. നമ്മളീ പലരും അങ്ങനെ കേട്ടോ. हम में से कई लोग ऐसे हैं, തെരഞ്ഞെടുപ്പ് എല്ലാം മറന്ന് हम अपनी बुलाहट को भूल कर മരിച്ചവനെ പോലെ കിടക്കുക. हम मरे हुए व्यक्ति के समान सोए हुए हैं। वचन कहता है മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നു. मरे हुए व्यक्ति के बीच में से उठ जा, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ मरे പറയുന്നു. हुओं के बीच में से उठ जा। ഏലിയാവ്, हे एलिया, ഏലിയാവിന്റെ ശുശ്രൂഷ एलिया की सेवकाई 3.5 വർഷം സോരിന്റെയും സീദോന്റെയും ഇടയിലുള്ള സരേഫാത്തിൽ പോയി ഒരു മുറിക്കകത്ത് കയറി മാളിക മുറിയെ പ്രാർത്ഥന മുറിയാക്കി മാറ്റിയ ഒരു ഏലിയാവ്. ഹല്ലേലൂയ. सीदोन के जगह पर जाकर एक कमरे में जाकर वो प्रार्थना कमरा बनाने वाला एलिया സ്പിരിച്വൽ വാർഫെയറിന്റെ ഉദാഹരണമല്ലേ? एक स्पिरिचुअल वारफेयर का उदाहरण है। ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു ഏലിയാവ്, आत्मा के मंडलों में युद्ध करने वाली एक एलिया। where is that Elijah? अभी कहाँ है Hey एलिया? people, let me ask you that question. हे नौजवानों, मैं पूछना Heaven is चाहता हूँ, asking us that question. पवित्र आत्मा प्रश्न पूछ रहा Where है, is my Elijah? मेरा एलिया कहाँ है? Where is my Elijah? मेरा एलिया कहाँ है? Where is my Elijah? मेरी एलिया कहाँ എന്റെ है? ഏലിയാവ് എവിടെ? मेरा एलिया कहाँ है? ओ रबा शेथे, ഈ തലമുറ ചോദിക്കുന്നു, ये पीढ़ी पूछ रही है, ഏലിയാവിന്റെ ദൈവം എവിടെയെന്നല്ലേ? एलिया का परमेश्वर कहाँ रहा? ഇല്ലയോ? ഏലിയാവിന്റെ एलिया का परमेश्वर ദൈവം എവിടെ? कहाँ? ഹല്ലേലൂയ. हालेलुया। ദൈവം തിരിച്ചു ചോദിക്കുന്നു, परमेश्वर वापस पूछता എന്റെ है, ഏലിയാവ് എവിടെ? मेरा एलिया कहाँ? ചൂരച്ചെടിയുടെ കീഴിൽ ചുരുണ്ട് കിടക്കാൻ അല്ല നിന്നെ വിളിച്ചത്. झाड़ी के बीच में हालेलुया। सोने के लिए नहीं तुझे बुलाया ഗുഹയ്ക്കകത്ത് है। കയറി കിടന്ന് ഉറങ്ങാനല്ല നിന്നെ വിളിച്ചത്. गुफा के अंदर लेटकर सोने के लिए नहीं तुझे बुलाया है। കർത്താവ് പറഞ്ഞു, परमेश्वर ने कहा, ഹല്ലേലൂയ. हालेलुया। എന്ത് പറ്റി നിനക്ക്? क्या हुआ तुझे? തിരിച്ചു മറുപടി. वापस जवाब। ഹല്ലേലൂയ. എന്താ മറുപടി? क्या है वो जवाब? ആയിരങ്ങളെ എന്ത് ചെയ്തിരിക്കുക? हजारों को क्या किया गया है? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഇസ്രായേൽ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു. യാഗപീഠങ്ങൾ അവർ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു. നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. क्योंकि इस्राएल ने तेरी वाचा टाल दी, तेरी वेदियों को गिरा दिया और तेरे नबियों को तलवार से घात किया है, और मैं ही अकेला रह गया हूँ और वे मेरे प्राणों के खोजी है। Let me hand over this message to the persecuted church. सताव तनाव फेस करने वाले कलीसिया को मैं ये संदेश देना चाहता हूँ। ഈ സന്ദേശം ഞാൻ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് കൈമാറുകയാണ്. ये संदेश परसिक्यूटेड कलीसियाओं को मैं देना चाहता हूँ। ഒത്തിരി അഭിഷക്തന്മാർ വാളിന് വീഴുമ്പോൾ बहुत अभिषिक्त लोग जब तलवार में ഭയന്നിരിക്കുന്ന गिर जाते ഏലിയാവേ, हैं, हे भाई कर बैठने वाला एलिया, ഭയന്നിരിക്കുന്ന ഏലിയാവേ, भाई में बैठने वाला एलिया, ഭയന്നിരിക്കുന്ന ഏലിയാവേ, भाई में बैठने वाला ഇന്ന് एलिया। പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, आज के इस वक्त पवित्र आत्मा तुमसे ഏലിയാ कह പറഞ്ഞു रही ഞാൻ है। ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. एलिया ने कहा कि मैं ദൈവം अकेला തിരിച്ചു हूँ। പറയുക, वापस ആരാ परमेश्वर पूछता പറഞ്ഞത് है, നീ ഒറ്റയ്ക്കാണെന്ന്? किसने कहा कि तू നീ अकेला ഒറ്റയ്ക്കല്ല. है? तू अकेला नहीं ഈ है। കാലഘട്ടത്തിലും इस युग में भी പാപത്തിന് മുട്ടുമടക്കാത്ത, पाप में जो झुकता नहीं है, പൈശാചിക ആരാധനയ്ക്ക് മുട്ടുമടക്കാത്ത, शैतान की मंडलों के सामने झुकता नहीं ബാലിന് है, മുട്ടുമടക്കാത്ത बाल के सामने जो झुकता नहीं है, 7000 ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. 7000 को मैंने बचा कर रखा ഈ है। കാലഘട്ടത്തിലും इस युग में भी അഭിഷക്തന്മാർ ഈ പട്ടണങ്ങളിൽ ഉണ്ട്. अभिषिक्त लोग इस शहर पर है। ഹേ, നീ ഒറ്റയ്ക്കല്ല. तू अकेला
नहीं നീ है, ഒറ്റയ്ക്കല്ല. तू अकेला नहीं है। शानरम ओ करे। राबा शेथे रेखे माना റോമാലേഖനം 9 അധ്യായം പറഞ്ഞു, रोमियो की पत्री 9 आयत में कहा, ഈ കാലഘട്ടത്തിലും इस युग में भी കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം कृपा से चुनाव के റോമർ अनुसार 11 അല്ലേ, रोमियो के पत्री 11, ഈ കാലഘട്ടത്തിലും इस युग में കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ कृपा പ്രകാരം से जो चुनाव ഒരു है, ശേഷിപ്പുണ്ട്. एक चुनाव है, There is a remnant एक बचाव in है। this present time. इस युग में There is a remnant. एक बचाव ഒരു है, കൂട്ടമുണ്ട്. एक झुंड है। ഓ, കഴിവ് കൊണ്ടല്ല, वो अपनी क्षमता से പ്രാപ്തി नहीं, കൊണ്ടല്ല, अपनी കൃപ प्राप्ति കൊണ്ട് से नहीं, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം, कृपा से चुना हुआ एक झुंड, കൃപ പ്രാപിച്ചൊരു കൂട്ടം. अनुग्रह प्राप्त किया हुआ ഇന്ന് एक നമ്മൾ 3 झुंड। പാട്ട് പാടി കൃപയെ കുറിച്ച്. हमने 3 गीत गाए आज कृपा के കൃപ बारे കൊണ്ട് में। നിറഞ്ഞ ഒരു കൂട്ടം ഈ തലമുറയിലുണ്ട്. कृपा से भरा हुआ एक झुंड इस युग में है। ഹല്ലേലൂയ. हालेलूया। നിങ്ങൾ ഇതിനകത്താണോ? क्या आप उसके अंदर है? 7001 ആണോ? क्या आप उस 7000 में हेलो। एक है? आमेन। हालेलूया। Not by might or our works. Hallelujah. हमारी शक्ति या हमारी क्षमता पर, हमारे But कर्मों by पर the नहीं, grace of God. लेकिन परमेश्वर की कृपा There is a से chosen remnant. एक बचाव है, There is a chosen generation. एक चुना हुआ पीढ़ी है। Hallelujah. हालेलूया। Those who are ready to say no to sin. जो पाप के लिए ना कहने वाला, Oh, there is a remnant. एक बचाव। പാപത്തോട് നോ പറയുന്ന ഒരു തലമുറ ഇന്നുമുണ്ടെന്ന്. पाप से ना कहने वाला एक पीढ़ी अभी भी बचा हुआ है। Hallelujah. हालेलूया। ദൈവം പറ, എലിയാവേ, നീ परमेश्वर ने कहा है, एलिया तू अकेला नहीं। ഇത്രയും പറഞ്ഞിട്ട് ദൈവം എന്താ പറയുന്നത് അറിയോ? इतना कहने के बाद परमेश्वर ദൈവം ने क्या कहा? സംസാരിച്ചിട്ട് അങ്ങ് വിടുകയല്ല. परमेश्वर बात करके छोड़ता नहीं है। ദൈവം പറഞ്ഞു, നീ ഗുഹയ്ക്കകത്തുനിന്ന് വെളിയിൽ വാ. परमेश्वर ने कहा कि तू गुफा से എന്റെ बाहर आ മുമ്പിൽ जा, നിൽക്ക്. तू मेरे सामने खड़ा हो जा। പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുന്നു, आज पवित्रात्मा किसी से पूछ रहा है, എന്റെ മുമ്പിൽ നിൽക്കാൻ मेरे ആരുണ്ടെന്ന്? सामने खड़े होने के लिए നീ कौन എന്റെ है? മുമ്പിൽ നിന്നാൽ, तू यदि मेरे सामने खड़ा എന്റെ हुआ, ആലയത്തിൽ നിന്നാൽ. यदि मेरे आलय में ഓ, खड़ा हुआ। ജോഷുവയുടെ പുസ്തകം 3 അധ്യായം പറയുന്നു, जोशुआ का किताब जोशुवे, 3 आयत में कहा, हे നീ जोशुआ എന്റെ മുമ്പിൽ നിന്നാൽ, तू यदि मेरे എന്റെ सामने കാര്യങ്ങൾ खड़ा നോക്കിയാൽ, रहा, मेरे बातों पर ഈ ध्यान देगा, നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കുമെന്ന് ये खड़े होने वाले के बीच में तेरा एक आगमन मैं अनुमति करूंगा। ഒരു ദൂത് ഞാൻ പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? एक वाणी बोलता हूं मैं। ദൈവത്തിന്റെ കൗൺസിലാണ്, परमेश्वर का काउंसिल है ये। ദൈവത്തിന്റെ സ്വർഗീയ ആലോചന സഭയാ. परमेश्वर का स्वर्गीय जो पद्धति कलीसिया ജോഷുവയെ है। നോക്കിയിട്ട് പറയുക, जोशुआ को देखकर ജോഷുവേ, बोलते നീ എന്റെ हैं, കാര്യം നോക്കിയാൽ हे जोशुआ तू यदि मेरा എന്റെ काम മുമ്പിൽ देखेगा, നിന്നാൽ मेरे सामने ഞാൻ खड़ा നിന്നെ रहेगा, എന്റെ കൗൺസിലിൽ കയറ്റി നിർത്തുമെന്ന്. आमेन, मैं तुझे मेरे काउंसलिंग पर खड़ा करूंगा। മനസ്സിലായില്ല? नहीं समझे आप? പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. भविष्यवक्ता ने ऐसा बोला है പ്രവാചകന്മാരെ കുറിച്ച്, भविष्यवक्ताओं के बारे അവർ में। എന്റെ ആലോചന സഭയിൽ നിന്നിട്ടില്ലെന്ന്. आमेन, उन्होंने मेरी अगुवाई के उस काउंसिल में खड़ा नहीं നിങ്ങൾക്കറിയാമോ? हुआ। क्या आप जानते ദൈവത്തിന്റെ हो? കൗൺസിൽ റൂം ഉണ്ട്. परमेश्वर के अगुवाई का रूम, आलोचना काउंसिल सभा रूम ഉണ്ട്. है, एक काउंसिल का रूम അവിടെയാ है। തീരുമാനമെടുക്കുന്നത്. वहां पर നാളെ निर्णय लिया ആര് जाता है। ഭരിക്കണമെന്ന് कल തീരുമാനമെടുക്കുന്നത്. कौन मारेगा वो निर्णय ഇവിടെ वहां लिया जाता വോട്ടിടുന്നവരല്ല. है। यहाँ पर चुनाव वोट നാളെ डालने ആര് वाले नहीं। ഭരിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് कल कौन नेता बनेगा സ്വർഗ്ഗത്തിലെ കൗൺസിൽ റൂമിലാ. वो परमेश्वर के काउंसिल के रूम में है। ആണോ? ഹാ, നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്നാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. अगर हम इस भूमि पर बैठे रहोगे तो वहां पर क्या चल रहा है പക്ഷേ पता नहीं ദൈവത്തിന്റെ चलेगा। കൗൺസിൽ റൂമിൽ കയറി നിന്നാൽ लेकिन परमेश्वर के काउंसिल रूम पर तू खड़ा हो गया, അവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. वहां पर जो बातें होती हैं वो आप सुन सकोगे। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ ദൈവത്തിന്റെ കൗൺസിൽ റൂമിൽ കയറി നിന്ന അഭിഷക്തന്മാരുണ്ട്. आमीन। वैसा परमेश्वर के काउंसिल रूम में खड़े होने वाले परमेश्वर के अभिषिक्त लोग थे। യഹോശാഫാത്ത് രാജാവിന്റെ കാലത്തല്ലേ यहोशाफात राजा के समय पर മിഖ്യാവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, മിഖ്യാവ് അല്ലേ, मिखियाव नामक एक व्यक्ति, ഹല്ലേലൂയ, കുറെ പ്രവാചകന്മാർ വന്ന് പ്രവചിക്കുക. बहुत सारे भविष्यवक्ता लोग आकर भविष्यवाणी दे रहे हैं, ഭയങ്കര പ്രവചനമാണ്. बहुत बड़ा भविष्यवाणी। 100 പ്രവാചകന്മാർ പ്രവചിച്ചോണ്ടിരിക്കുക. भविष्यवक्ता लोग भविष्यवाणी दे रहे हैं। ചിലവരൊക്കെ prophetic action ആ. ഹല്ലേലൂയ. कुछ लोग तो प्रोफेटिक एक्शन कर रहे हैं, കൊമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് अपना सींग सब बनाकर ഇങ്ങനെ നിന്റെ ശത്രുവിനെ കുത്തിക്കളയെന്ന് പറഞ്ഞ് കുത്തുവെക്കുക. तो इस प्रकार से अपने शत्रु को मारेगा बोल के सब अपने മറിഞ്ഞൊക്കെ പ്രവചിക്കുക. और अपना पूरा ताकत से वो कर रहे हैं। അവസാനം യഹോശാഫാത്ത് പറഞ്ഞു, आखिर यहोशाफात ने कहा 400 പ്രവചനം കേട്ടിട്ട് പുള്ളിക്ക് തൃപ്തിയല്ല. 400 भविष्यवाणी सुनकर भी वो खुश नहीं നമുക്ക് हुआ। മറ്റവനെ വിളിക്കാന്ന് പറഞ്ഞു. हम उसको बुलाते अरे, हैं। किसको? മിഖായാവിനെ വിളിക്കാന്ന് പറഞ്ഞു. मिखियाव को बुलाते റെഫറൻസ് हैं। കിട്ടിയ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് റെഫറൻസ്. ഹല്ലേലൂയ. മിഖായാവിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ मिखायाव को जब बुलाएंगे कहा, ഈ ആഹാബ് അല്ലേ, ആഹാബാണോ ആഹാബിന്റെ മോനാണ് ആഹാബ്. ആഹാബ് പറഞ്ഞു,
आपने कहा അവനെ വിളിക്കണ്ട കേട്ടോ. उसको मत बुलाओ। അവൻ ഒരിക്കൽ പോലും എന്നോട് നല്ലൊരു ദൂത് പറയത്തില്ല. हाँ, वो कभी भी मुझसे अच्छा वाणी नहीं बोला നമുക്ക് है। എപ്പോഴും നല്ല ദൂത് പറയുന്ന പ്രവാചകന്മാരെ हमें हमेशा अच्छा वाणी ഞാൻ कहने നിന്നെ वाले। വാലല്ല തലയാക്കും. मैं तुझे पूंछ नहीं सर നമ്മൾ പേഴ്സ് बनाऊंगा। കൊടുത്തിട്ട് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു വിടും. तो हम पैसा उठाकर सब उनको दे देते हैं। പുള്ളി അനുഗ്രഹിക്കപ്പെട്ടു. वो आशीषित हो गया। നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു ഭേദവും ഇല്ല. हमारी अवस्था में കാരണം कोई പറയേണ്ട बदलाव ദൂത് नहीं, പറഞ്ഞില്ല കേട്ടോ. क्योंकि जो वाणी कहना था वो बोला नहीं। 2025 നിന്റെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂവിന്റെ വർഷമാണ്. നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം. 2025 से लाइफ का ब्रेक थ्रू का साल है, हम बहुत खुश हो जाते हैं। ഇഷ്ടപ്പെടുന്ന പ്രവചനം പറയുന്ന കുറെ പ്രവാചകന്മാരുണ്ട്. आहाब के सामने जाकर जो अच्छी बातें बोलने वाले बहुत भविष्यवक्ता लोग അവരൊക്കെ हैं, രഥം അയച്ച് ആഹാബ് വരുത്തിയിരിക്കുക. उनको रथ बेचकर घोड़ों बेचकर भविष्यवक्ताओं को बिठाया गया है। പ്രവാചകന്മാരുണ്ട്. इस युग में अच्छी बातें भविष्यवाणी करने वाले बहुत सारे भविष्यवक्ता लोग हैं, लेकिन पवित्र आत्मा क्या कहती എന്റെ है? ആലോചന സഭയിൽ അവർ നിന്നിട്ടില്ല. मेरा काउंसिल रूम पर खड़े ही नहीं हुए हैं। ഹല്ലേലൂയ. എന്റെ ആലോചന സഭയിൽ ഞാൻ അവരെ നിർത്തിയിട്ടില്ല. मैं मेरा काउंसिल रूम में उन्हें खड़ा नहीं ഞാൻ അവരെ कराया, അയച്ചിട്ടില്ല. मैंने उन्हें भेजा नहीं, കാരണം സ്വർഗ്ഗത്തിലെ കൗൺസിൽ റൂമിൽ നടന്ന സംസാരമൊന്നും അവർ കേട്ടില്ലെന്ന്. क्योंकि उन्होंने परमेश्वर के काउंसिल रूम पे हुआ कोई बात उन्होंने सुना ही नहीं। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. പക്ഷെ മിഖ്യാവ് അങ്ങനല്ല. लेकिन मिख्याव ऐसा नहीं था। പറഞ്ഞു അവനെ വിളിക്കണ്ട കേട്ടോ. उन्हें कहा कि उसे मत बुलाओ, അവൻ ദുരന്തം പ്രവചിക്കുന്ന പ്രവാചകൻ. वो बुरी बातें बोलता है, വാ തുറന്ന് നെഗറ്റീവേ പറയത്തുള്ളൂ. वो मुंह खोला तो नेगेटिव ही बोलेगा। അയ്യോ എന്ത് ചെയ്യാനാ? സ്വർഗ്ഗത്തിന്റെ കൗൺസിൽ റൂമിൽ കേട്ടതല്ല പറയാൻ പറ്റുമോ? अब क्या कहे, जो काउंसिल रूम में सुना वही बोल पाएगा ना। അങ്ങനെയുള്ള ദൂത് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിക്കോ. ऐसा वाणी सुनते तो सुन നീ समझ മുന്നിൽ പോയി लेना കുഴി ചാടത്തില്ല. कि तू कभी डूब तेरा नहीं अबद्धം जाएगा, പറ്റത്തില്ല. तुझे गलती नहीं होगा। യഹോശാഫാത്ത് പറഞ്ഞു यहोशाफात ने അവനെ कहा വിളിച്ചേ പറ്റത്തുള്ളൂ. उन्हें बुलाना है, അവന്റെ ദൂത് കേട്ടേ പറ്റത്തുള്ളൂ. उनकी वाणी को सुनना കാരണം ही എനിക്കറിയാം है, അവൻ വിശ്വസ്ത പ്രവാചകനാ. क्योंकि मुझे पता है कि वो विश्वास योग्य भविष्यवक्ता है। അവസാനം മിഖ്യാവ് വന്നു. आखिर में मिख्याव आया। മിഖ്യാവ് ഇപ്രാവശ്യം मिख्याव इस बार ഒരു നല്ല സുന്ദര ദൂത് പറഞ്ഞു. एक सुंदर दूत कहा। എന്താ ദൂത് പറഞ്ഞേ? क्या दूत നീ वाणी था? പൊയ്ക്കോ. നീ ജയിക്കും. तू चले जा, तू जीत जाएगा। ഹല്ലേലൂയ. आमेन, അപ്പൊ हालेलुया। ആഹാ പറഞ്ഞു ഇത് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇവൻ ഇന്ന് വരെ എന്നോട് ഒരു നല്ല ദൂത് പറഞ്ഞിട്ടുണ്ട്. तो आहाब ने कहा तो कुछ तो प्रॉब्लम है, अभी तक ഇന്ന് വരെ എന്റെ उसने। അടുക്ക് വന്ന പാപത്തെ കുറിച്ചും എന്റെ ഗ്രഹപ്പഴയെ കുറിച്ചും ഒക്കെ അവൻ പറയത്തുള്ളൂ. ഇന്ന് എന്താ ഇവൻ ഇങ്ങനെ പറയുന്നത്? तो वो सोच रहे हमेशा मेरे पास आकर बुरा ही बोलता है, लेकिन आज क्या अच्छी बात बोल रहा എന്താ है। പറയുന്നറിയോ അവിടെ? अभी क्या बोल रहा है അപ്പോൾ ഉള്ള वहाँ पर? സത്യം പുള്ളി പറഞ്ഞു. जो सच है वो ഞാൻ कहा। ദൈവത്തിന്റെ കൗൺസിൽ റൂമിൽ ചേറി. मैं परमेश्वर के गुप्त काउंसिल रूम पे खड़ा हो ഞാൻ चुका കണ്ടു. हूँ, मैंने देखा ഈ യുദ്ധത്തിൽ നീ പട്ടുപോകാൻ പോകുക. ये इस युद्ध पर तू मरने वाला है। ആലോചന സഭയിൽ നിൽക്കുന്ന പ്രവാചകന്മാർ, गुप्त सभा में खड़े होने वाले भविष्यवक्ता लोग, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? मैंने जो कहा आप सुन നീ रहे हो। ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടവനല്ല. तू यहाँ पर खड़े हो बैठकर सोने നീ वाला व्यक्ति സ്വർഗ്ഗത്തിന്റെ नहीं, ആലോചന സഭയിൽ കയറി നിൽക്കേണ്ടവനാ. तू परमेश्वर के गुप्त स्थानों में ഇന്ന് खड़े होने പകൽക്കാലം वाला व्यक्ति പരിശുദ്ധാത്മ പറയുന്നു. है। पवित्र आत्मा इस प्रकार से कह ഈ रही है, പർവ്വതത്തിൽ എന്റെ മുമ്പിൽ നിൽക്കാൻ. इस पर्वत पर मेरे सामने खड़े ഇന്ന് हो പകൽക്കാലം जा। പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, पवित्र आत्मा कुछ लोगों को देख कर कहती യഹോവയുടെ है, പർവ്വതത്തിൽ ആര് കയറാൻ തയ്യാറാണെന്ന്. परमेश्वर के पर्वत पर कौन खड़े होने को तैयार യഹോവയുടെ है। സമാഗമ പർവ്വതത്തിൽ കയറി അവന്റെ ആലോചന സഭയിൽ ആത്മമണ്ഡലത്തിൽ നിൽക്കാൻ ചിലത് തയ്യാറാണെങ്കിൽ परमेश्वर के पर्वत पर चढ़कर उस गुप्त सभा में हाँ, खड़े होकर उसके वचन ആലോചന सुनने को तैयार है, സഭയിൽ നടക്കുന്ന ഡിസ്കഷൻ നമ്മൾ കേൾക്കും. तो उसके गुप्त सभा में होने वाला वचन हम सुन और समझ पाएंगे। ആരാ യഹോവയുടെ ആലോചന സഭയിൽ നിൽക്കുന്നത്? कौन है वो उसके गुप्त सभा में खड़ा होता ചിലർക്കൊക്കെ है? ഒരു തെറ്റിദ്ധാരണയുണ്ട്. कुछ लोग कोई गलत फहमी है, ഈ പഴയ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിക്കുന്നത്. मरे हुए लोग बैठकर वहां पर वो पद्धति बनाते അവിടെ हैं। പത്രോസും പൗലോസും ഒക്കെ കയറിയിരുന്ന അഭിപ്രായം പറയുന്ന ചിലരുടെ ചിന്ത. वहां पे पतरस और यूहन्ना सब बैठकर डिस्कस करते हैं, उन्हें ऐसा लगता है। അല്ല കേട്ടോ. ऐसा नहीं है। ദാനിയേല് दानिएल 12-ാം അധ്യായം പ്രവചിക്കുമ്പോൾ 12वां अध्याय जब भविष्यवाणी ഇത്രയും देता है, പ്രവചിച്ച ദാനിയേലിനോട് ദൈവം പറഞ്ഞില്ല, इतना भविष्यवाणी के दानिएल से ये नहीं ദാനിയേൽ कहा, ഇത്ര ശുശ്രൂഷയൊക്കെ ചെയ്തില്ലേ, നല്ല എക്സ്പീരിയൻസ് അല്ലേ, സ്വർഗ്ഗത്തിലെ ആലോചന സഭയിൽ ഒരു വേക്കൻസി ഉണ്ട്, നിന്നെ അങ്ങോട്ടും കൊണ്ടുപോകുന്നു പറഞ്ഞില്ല. दानिएल से ये नहीं कहा कि तूने इतना भविष्यवाणी किया है, स्वर्ग में वैकेंसी है तो इन्हें स्वर्ग में तो आ बोला जा। फिर क्या कहा, നീയോ तू പോയി വിശ്രമിച്ചു കൊള്ളുക. जाके विश्राम ले ले, റെസ്റ്റ് എടുത്തു. विश्राम कर लो। റെസ്റ്റ് ഇല്ലാതെ പണിയാൻ ഭൂമിയിൽ ആളുണ്ട്. बिना विश्राम का काम करने के അപ്പൊ ആരാ धरती पर ദൈവത്തിന്റെ लोग ആലോചന हैं। സഭയിൽ നിൽക്കുന്നത്? तो कौन है परमेश्वर की गुप्त मरिचवरल्ल, सभा में खड़ा होता है? मरा हुआ व्यक्ति नहीं, ജീവനുള്ളവരാ. जीवन वाला व्यक्ति है। ഇന്ത്യയിലെ ഒരു വലിയ ഫേമസ് ആകുന്ന ദൈവദാസൻ മരിച്ചു. इंडिया में एक बड़ा फेमस परमेश्वर का दास വളരെ मर പ്രസിദ്ധനാ. गया, वो बड़ा फेमस था।
വലിയ മീഡിയ ഒക്കെ ഉള്ള ആളാണ്, मीडिया सब था വലിയ उनका, മാഗസിൻസ് ഉള്ള ആളാണ്. बड़े मैगजीन्स वगैरह थे അദ്ദേഹത്തിന്റെ उनके। മാഗസിനിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, उनके मैगजीन मैंने इस प्रकार से पढ़ा, അദ്ദേഹത്തിന്റെ മകൻ പറയുന്ന ചില കാര്യങ്ങൾ. उनका बेटा इस प्रकार से कहता है, ആസ്ട്രേലിയയിലുള്ള ഒരു പ്രവാചകനോട് ദൈവം പറഞ്ഞു, ऑस्ट्रेलिया का एक भविष्यवक्ता से പപ്പ മരിച്ചതിൽ ദുഃഖിക്കണ്ട, अब उन्होंने कहा कि പപ്പയെ पापा की ദൈവത്തിന്റെ जो मृत्यु ആലോചന हो സഭയിൽ गई है, എടുക്കുന്നു. कि तू घबराना मत, पापा को उस परमेश्वर गुप्त सभा में उठा लिया गया അപ്പൊ है। ഈ മകൻ പിന്നെ പറയാ, तो बेटा ने അതുകൊണ്ട് कहा, പ്രിയമുള്ളവരെ, इसके लिए हे प्रियो, നമ്മുടെ സംഘടനയെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടണ്ട. हमारे इस विषय पर होकर तुम, പപ്പയ്ക്ക് ആലോചന സഭയിൽ എൻട്രി കിട്ടിയത് കൊണ്ട് हमारा पापा को गुप्त പപ്പ सभा നമ്മുടെ में एंट्री സംഘടനയെ मिला है, ആലോചന സഭയിൽ റെക്കമെൻഡ് ചെയ്യുന്നു. इसके लिए उधर जाकर हमारा इस ऑर्गेनाइजेशन हेलो। को वहां पर रेकमेंड करेगा। ചെയ്യുമോ? क्या करेंगे, ചെയ്യുമോ? क्या करेंगे? അപ്പൊ ആസ്ട്രേലിയയിലെ പ്രവാചകനോ तो ऑस्ट्रेलिया का भविष्यवक्ता ने പുള്ളി क्या कहा, കൊമ്പുണ്ടാക്കി പ്രവചിച്ച കൂട്ടത്തിൽ ഒന്നാ. उन्होंने वो सींग हॉर्न्स बनाकर भविष्यवाणी किया, भविष्यवक्ताओं में एक है। അവൻ ആലോചന സഭയിൽ നിന്നിട്ടില്ല. वो गुप्त सभा में खड़ा नहीं ആലോചന हुआ। സഭയിൽ നിൽക്കുന്നതാരാ? कौन गुप्त सभा में ഇവിടെ खड़ा होता മുട്ടുകുത്തുന്ന है? ഞാനും നീയുമാ. यहाँ पर घुटना टिकने वाले मैं ചെറുപ്പക്കാരെ, और ഞാൻ आप നിങ്ങളോട് हैं। ചോദിക്കട്ടെ, हे नौजवानों, मैं आपसे നിങ്ങളുടെ पूछता हूँ, ഫാസ്റ്റിംഗിന്റെ ഫൈനൽ ദിവസങ്ങളല്ലേ, आपके फास्टिंग आखिरी യഹോവയുടെ दिन है। ആലോചന സഭയിൽ ഈ തലമുറയിൽ നിങ്ങളിൽ ആര് നിൽക്കും? आमेन। परमेश्वर के इस गुप्त सभा में आप में से कौन खड़ा ദൈവമക്കളെ, रहेगा? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, मैं आपसे पूछना ദൈവം चाहता ചിലരെ हूँ, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. परमेश्वर कुछ लोगों को खोज रहा है। പർവ്വതത്തിൽ എന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാണോ? पहाड़ों पर मेरे सामने कौन खड़ा ദൈവം रहेगा? ഇടയ്ക്കിടയ്ക്ക് ചിലരെ പർവ്വതത്തിലേക്ക് വിളിക്കും കേട്ടോ. परमेश्वर बीच बीच में कुछ लोगों को മോശയോട് पर्वत പറഞ്ഞു, पर "കേറി വരാൻ बुलाएगा।" പറഞ്ഞു. मूसा से कहा कि तू നമ്മൾ चढ़ ചിലരെ कर നോക്കി आ। പരിശുദ്ധാത്മാവ് പറയാ, पवित्र കേറി आत्मा വാ, कुछ लोगों को देखकर बोलता है കേറി कि तू വാ, चढ़ कर आ, तू കേറി चढ़ വാ, कर आ, तू चढ़ कर आ, കേറി വാ. तू चढ़ कर आ। ആ കഴിഞ്ഞ ദിവസം ലിജോ പറഞ്ഞു, पिछले में लिजो ने ആ कहा, കേറി വരാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാ, കേറി വരാൻ, യേശുവിന്റെ നാമത്തിൽ കേറി വാ ലിജോ, അൽമാ ലമ ശകമന, കേറി വരാന്. ഹല്ലേലൂയ. സുസൂഷ കേറി വരാന്, सेवकाई में उठ कर आ സുസൂഷ जाओ। കേറി വരാന്, സേവക്കായി മൽക്ക ഉठ ലമ വരാ. ശകന. ഈ ചുരുട്ട് കിടന്ന് ഉറങ്ങേണ്ടവനല്ലെന്ന്, तू सोने वाला नहीं ഈ है, ഗുഹയ്ക്കകത്ത് കിടക്കേണ്ടവനല്ലെന്ന് तू गुफा के अंदर सोने के लिए ചിലരെ നോക്കി नहीं बुलाया പരിശുദ്ധാത്മാവ് है। പറയുക, कुछ लोग को देखकर ഈ നൂറ്റാണ്ടിൽ, ഈ पहुंचा ജനറേഷനിൽ इस युग में ആത്മമണ്ഡലത്തിലിരിക്കുന്ന, आत्मा की मंडलों पर बैठने वाले, സ്വർഗമണ്ഡലവുമായി ഡീല് ചെയ്യുന്ന, स्वर्ग की मंडल के साथ ആകാശ विचरण करने മണ്ഡലത്തിൽ वाले, വ്യാപരിക്കുന്ന അന്ധകാരവുമായിട്ട് പൊരുതുന്ന ചില അഭിഷക്തന്മാർ കയറി വരട്ടെ. आकाश के मंडलों पर युद्ध करने वाले कुछ अभिषिक्त लोग हाँ। उठ खड़े होने അവര് में, പർവ്വതത്തിൽ നിൽക്കുന്നവരാ, वो पर्वत पर खड़े അവര് होने वाले പർവ്വതത്തിൽ നിൽക്കുന്നവരാ. हैं, पर्वत पर खड़े होने वाले हैं। പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, पवित्र आत्मा पूछ रहे हैं, യഹോവയുടെ പർവ്വതത്തിൽ ആര് നിൽക്കും? यहोवा की पर्वत पर कौन खड़ा रहेगा? പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് ഞാൻ നിൽക്കാമെന്ന്, ऐसा कहे ഈ कि मैं തലമുറയിൽ खड़ा ഞാൻ रहूंगा, നിൽക്കാമെന്ന്, मैं खड़ा रहूंगा, ആലോചന സഭയിൽ ഞാൻ उस നിൽക്കാമെന്ന്. गुप्त सभा में मैं खड़ा रहूंगा। ഹാ, ഒരു കൊടുങ്കാറ്റ് കൊണ്ട് തൃപ്തിപ്പെടരുത് കേട്ടോ. एक तूफान से तुम खुश नहीं हो ഒരു जाना, ഭൂമികുലുക്കം കൊണ്ട് एक തൃപ്തിപ്പെടരുത്. भूकंप से तू खुश नहीं हो जाना, അതിനൊന്നും നിനക്ക് ജീവൻ തരാൻ वो പറ്റത്തില്ല. कुछ जीवन नहीं दे सकता। ദൂതന്മാരുടെ വിസിറ്റേഷൻ കൊണ്ട് തൃപ്തിപ്പെടരുത്. स्वर्गदूतों का विजिटेशन से तू खुश नहीं हालेलुया। हो जाना। हालेलुया। ധന്യവാദ് യേശു. തൃപ്തിപ്പെടേണ്ടത് എപ്പോഴാണെന്നറിയാം? तुझे खुश कब होना चाहिए? അവസാനമായിട്ടൊരു മന്ദസ്വരം വരുന്നുണ്ട്. आखिरी में जब एक धीमी അതിനകത്ത് आवाज യഹോവ आएगी, ഉണ്ടെങ്കിൽ उस धीमी आवाज में यहोवा है തൃപ്തിപ്പെട്ടോ? कि तू खुश हो जाना। വലിയ ഇളക്കപ്പെരുക്കങ്ങളൊക്കെ നമുക്കൊരു കുറച്ച് ആവേശം തരും. बड़ा ഹല്ലേലൂയ. धूम मचाना तो हमें थोड़ा सा खुशी दे പക്ഷെ सकती है, 1-to-1 സംസാരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. लेकिन एक से एक बात करने वाला एक स्वर्ग है, കൺവിക്ഷൻ തരുന്ന രീതിയിൽ, जैसा एक कन्विक्शन लेकर आएगा उस ഉറപ്പ് തരുന്ന तौर पर, രീതിയിൽ एक पक्का दिलाने वाला സംസാരിക്കുന്ന സ്വർഗത്തിന്റെ ദൃഢ ഇടപെടൽ ദിലാനെ വാല. ഇന്ന് പകൽ നീ അനുഭവിച്ചേ പോകാവുള്ളൂ. पवित्र आत्मा का उस स्वर को आप यहाँ से अनुभव करके ही लौटना। ഹല്ലേലൂയ. हालेलुया। ശമനരാം. खरबा शद्धुना। ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുക. मैं आत्मा में एक वाणी बोलता हूँ, പ്രവാചകന്മാർ വാളിൽ വീഴുന്നു, भविष्यवक्ता तलवार में गिर रहे हैं, അഭിഷക്തന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. अभिषिक्त लोग पीड़ित हो रहे പക്ഷേ हैं, ഏലിയാവേ, लेकिन हे ഇന്ന് एलिया, പകൽ ഞാൻ നിനക്കൊരു ദൂത് കൈമാറാൻ मैं പോകുന്നു. तुझसे एक वाणी देता ഒരു हूँ, മന്ദസ്വരം. एक धीमी ആ आवाज। മന്ദസ്വരം എന്താണെന്നറിയാം? उस धीमी आवाज क्या है? മന്ദസ്വരം സ്വർഗത്തിലെ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. आमेन। वो धीमी आवाज स्वर्ग के गुप्त सभा में होने वाली സ്വർഗത്തിലെ बातें हैं। കൗൺസിൽ എടുക്കുന്ന തീരുമാനം ഇന്ന് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. आज गुप्त सभा में होने वाली कुछ बातें तेरी प्रार्थना के कमरा में प्रकट होने वाली है। ഹല്ലേലൂയ. हालेलुया। ഒരു മന്ദസ്വരം ഇന്ന് പകൽക്കാലം
വെളിപ്പെടാൻ एक പോകുകയാണെന്ന്. धीमी आवाज तो आज Thank you, प्रकट होने Holy वाला है. Spirit. Hallelujah. हालेलुया. എന്താണ് മന്ദസ്വരം? क्या है वो धीमी Hallelujah. आवाज? 1 രാജാവ് 19 അധ്യായം പറയുക. एक राजा 19वें आयत में कहा है, എന്താ മന്ദസ്വരം? क्या है वो धीमी നീ आवाज? പുറപ്പെട്ട് तू जाकर ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. दमिश्क के उस मरुभूमि से लौट कर നീ जा. പേടിക്കണ്ട, നീ അവിടെ തന്നെ മടങ്ങിപ്പോകാൻ. तू डर मत, तू उधर ही लौट कर जा. നീ എത്തുമ്പോൾ तू जब पहुंचेगा നീ അരാമിന്റെ രാജാവിനെ നീ അഭിഷേകം ചെയ്യാൻ तू പോകുക. आराम के राजा को अभिषेक करने जा रहा है. യേഹൂവിനെ നീ അഭിഷേകം ചെയ്യാൻ तू പോകുക. येहू को अभिषेक करने जा रहा है. ഹല്ലേലൂയ. हालेलुया. നീ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. तू हसाएल को आराम के राजा बनाकर अभिषेक कर दे. പിന്നെ നിംഷിയുടെ മകനായ യേഹൂവിനെ അഭിഷേകം ചെയ്യുക. निमशी का पोता येहू को अभिषेक कर दे. പിന്നെ फिर ഷാഫാത്തിന്റെ മകനാകുന്ന ഏലിശയെ അഭിഷേകം ചെയ്യുക. शापात के पुत्र एलिशा को अभिषेक करना. ഞാൻ ദൂത് കൈമാറാൻ പോകുക. मैं एक वाणी बोलता എത്ര हूँ. പേര് ചാടി പിടിക്കാൻ റെഡിയാ? कितने लोग ये प्राप्त करने को तैयार है? നീ രാജാക്കന്മാരെ മാറ്റാൻ പോവാന്ന്. तू राजाओं को बदलने जा रहा है. आमेन. നീ രാജാക്കന്മാരെ മാറ്റാൻ പോകുക. तू राजाओं को बदलने जा रहा ആ, है. ശഖന, आमेन, രാംദാന. आमेन. നീ പേടിക്കണ്ട. हालेलुया. तू डर मत. നീ മരിക്കാനുള്ളവനല്ലെന്ന്. तू डरने के लिए नहीं നീ है. എഴുന്നേൽക്ക്. उठ जा. സ്വർഗത്തിന്റെ കൗൺസിൽ തീരുമാനങ്ങൾ എടുക്കുക. स्वर्ग गुप्त सभा में कुछ बातें चल रही है. ഭരണകൂടങ്ങളെ മാറ്റാൻ പോകുക. आमेन, आमेन. രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യാൻ പോകുക. आमेन, आमेन. राजाओं को तू अभिषेक അതുകൊണ്ട് करने जा തീർന്നില്ല. रहा है. वहां पर समाप्त नहीं हुई. സഭയുടെ നേതാക്കന്മാർ പ്രോഫറ്റിക് അനോയിന്റിംഗോടെ ഏലിശമാരെ നീ അഭിഷേകം ചെയ്യാൻ പോകുക. कलीसियाओं के कुछ एलिशाओं को प्रोफेटिकली अनॉइंटिंग एलिशाओं को तो उठाने जा रहा है. ओ रबा शेत है. ആത്മാവിൽ ഞാൻ ദൂത് പറയുക. आत्मा में वाणी बोलता हो. നീ വാൾ കണ്ട് പേടിച്ചല്ലേ മരിക്കണമെന്ന് പറഞ്ഞത്. तू तलवार से डर कर बोला था ना कि मरना है. പക്ഷെ നീ ഭരണകൂടങ്ങളെ മാറ്റാൻ പോകുക. लेकिन तू अभी अधिकारियों को बदलने जा रहा है. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. विश्वास के साथ आमेन कहे. ലോക രാജ്യങ്ങളിൽ दुनिया के राज्यों में യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम ഓ से ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. बड़े परमेश्वर के काम प्रकट होने വലിയ दे. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. परमेश्वर के काम प्रकट होने दे. ഹൽമാ ലമാ ശകനെ. रबा रबा yes, അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. अभिषिक्त लोग उठ खड़े होने യൗവനക്കാർ दे. എഴുന്നേൽക്കട്ടെ. नौजवाने खड़े होने दे. എഴുന്നേൽക്കട്ടെ. യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. खड़े होने दे. അഭിഷക്തന്മാർ ओ, എഴുന്നേൽക്കട്ടെ. रीखा मानवा रबा. മരിക്കാനുള്ള रीखा സമയമായില്ലെന്ന്. मानवा रबा. मरने का समय नहीं हुआ है. മരിക്കാനുള്ള ओ, സമയമായില്ലെന്ന്. रबा शेत, मरने का समय नहीं हुआ ആത്മാവിൽ है. ഞാനൊരു ദൂത് കൈമാറാം. आत्मा में एक वाणी बोलता हो. ആ മൽതെ ലേമേ ശകനെ. 2025 2025 ഫെബ്രുവരി 2-ാം തീയതി फरवरी 2 तारीख ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുക. आत्मा में डिक्लेयर करता हूँ. ശമന രാംധന रीखा मानवा रबा शेत. ഹൈതേ ലേമേ ശകമന. रबा शेत, रीखे ഒരു मानवा. യേഹു അഭിഷേകം ചെയ്യപ്പെടാൻ പോകുക. एक येहू भविष्यवक्ता उठने वाला है. അരാമിന്റെ രാജാവ് മാറാൻ പോകുക. आराम की राजा बदलने वाली है. ഹല്ലേലൂയ. हालेलुया. ഓ रबा शेत है. ആഹാബിന്റെ സിംഹാസനം താറുമാറാകാൻ പോകുക. आहाब का साम्राज्य ഇസബേൽ टूटने वाला है. വീഴാൻ പോകുക. इजबेल गिरने जा रही है. ഇവിടെ യേഹു എഴുന്നേൽക്കാൻ പോകുക. यहाँ पर येहू उठ खड़े होने वाला है. रीबा नवर रबा. 2025 ഫെബ്രുവരി 2 2025 फरवरी 2 ശകമന രാംശകമന. പ്രാർത്ഥിച്ചോട്ടെ. प्रार्थना करे. നീ മരിക്കാനുള്ളവനല്ല. आप मरने वाले नहीं हो. കഴിഞ്ഞ ദിവസം पिछले दिन വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ ദൂത് फ्राइडे फास्टिंग प्रार्थना में कहा हुआ वाणी പൗലോസ് പറയുക. पौलुस कहता है. ഹാലൽ തെസ്സലോനിക്ക സഭയോട് പറയുക. थिस्सलुनीका की कलीसिया से कहता പീഡിപ്പിക്കപ്പെടുന്ന है. സഭയോട് പറയുക. पीड़ित होने वाली कलीसिया ആ से നിങ്ങൾ कहती है. പീഡനത്തെ അതിജീവിച്ചെന്ന് കേട്ടപ്പോൾ आमेन. जब मैंने सुना कि तुमने पीड़ाओं को ओवरकम कर लिया ഞാൻ है ജീവിച്ചെന്ന്. तो मैं जीवित हो गया. ഇപ്പം വരെ ഞാൻ ചത്തതുപോലെ अभी ഇരിക്കുകയായിരുന്നു. तक मैं मरा हुआ व्यक्ति के ഇപ്പം समान വരെ था. എന്റെ ജീവൻ പോയതുപോലായിരുന്നു. अभी तक मैं मरा हुआ व्यक्ति के समान പക്ഷേ था. ഞാൻ സന്തോഷിക്കുന്നു. लेकिन मैं अभी ഞാൻ खुश हूँ. സന്തോഷിക്കുന്നു. मैं अभी खुश സഭ हूँ. തകർന്നില്ല. कलीसिया नष्ट नहीं സഭ हुई. നിലനിൽക്കുന്നു. कलीसिया खड़ी हुई है. ദൈവമക്കൾ വിളിച്ചു പറഞ്ഞിട്ട് സഭയെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല. हम चिल्ला कर कहे कि कलीसिया को कोई भी ताकत रोक नहीं सकती. ശക്തന്മാരാകുന്ന രാജാക്കന്മാർ. ശക്തന്മാരാകുന്ന രാജാക്കന്മാർ.
कि राजा लोग സഭയ്ക്കെതിരെ നിന്നു. रब कलीसिया के अंदर അവരിൽ से ഒന്നാമൻ ഹേരോദാവായിരുന്നു. उसमें से एक हेरोद था, ഒന്നാമൻ ഹേരോദാവ് एक हेरोद। അപ്പോസ്തല പ്രവൃത്തി 12-ൽ प्रेरितों की किताब 12 में യാക്കോബിനെ കൊന്ന ഹേരോദാവ്, याकूब को मार डालने वाला പത്രോസിന് हेरोद, നേരെ കൈനീട്ടിയ ഹേരോദാവ് पत्रोस के सामने അതേ हाथ उठाया അധ്യായത്തിൽ हेरोद। उसी अध्याय ഒരു में ചരിത്രം എഴുതി വെച്ചു. एक हिस्ट्री ऐसा സ്വർഗത്തിലെ लिखा, ദൂതൻ ഒരു കൊട്ടു കൊടുത്തു. स्वर्ग का दूत ने उसे ആ मारा, സ്വർഗത്തിലെ ദൂതൻ ഒരു കൊട്ടു കൊടുത്തു. स्वर्ग के दूत ने उसे छुआ। ഹേരോദാവ് हेरोद ആ തീർന്നുപോയി. मर गया। ചരിത്രമതാ കേട്ടോ, वो चरित्र है, ചരിത്രമതാ. वो इतिहास സഭയെ है। തകർക്കുവാൻ സീസറുമാർ നിന്നു. बाप कलीसिया को नाश करने के सीसर लोग खड़े हुए ശക്തന്മാരായ थे, സീസർമാർ सामर्थी सीसर लोग അവർ खड़े हुए थे। കാലചക്ര യവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ, जब वे सब मर चुके, കാലചക്രത്തിന്റെ ആ ഒരു കർട്ടന്റെ പുറകിൽ, യവനികയ്ക്ക് പുറകിൽ അവർ മറഞ്ഞപ്പോൾ, जब उस युग के पीछे वो छिप गए, ശക്തമായ റോമാ സാമ്രാജ്യം, सामर्थी रोम का ശക്തമായ साम्राज्य, റോമാ സാമ്രാജ്യം सामर्थी रोम का साम्राज्य ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായപ്പോൾ, इतिहास में से जब मिट गया, ഹല്ലേലൂയ, അങ്ങനെ എത്ര ഇസങ്ങൾ, वैसे कुछ इस्म, കമ്മ്യൂണിസം, कम्युनिज्म, ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. क्रिश्चियनिटी को मिटाने की പക്ഷേ कोशिश കമ്മ്യൂണിസം किया, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. लेकिन कम्युनिज्म धरती से मिट യേശുവിന്റെ गया। ക്രൂശിൽ നിന്നും ജയിച്ചു നിൽക്കുന്നു. यीशु का क्रूस आज भी ഓ, जयवंत है। ഞാൻ എന്റെ സഭയെ പണിയും. मैं मेरी कलीसिया को പാതാള बनाऊंगा। ഗോപുരങ്ങൾ അതിനെ आमेन, ജയിക്കയില്ല. आमेन, आमेन। कोई पाताल की शक्ति उसको जीत എന്ന് नहीं പറഞ്ഞത് प्राप्त ഫിന്നി करेगी। പാസ്റ്റർ അല്ല, ऐसे कहने वाला फिन्नी पास्टर എന്ന് नहीं, പറഞ്ഞത് സഭയുടെ സ്ഥാപകനാകുന്ന യേശു ക്രിസ്തുവാണ്. ऐसे बोला वो कलीसिया का स्थापक यीशु मसीह है। ഭരണകൂടങ്ങളെ മാറ്റാൻ പോകുക. अधिकारी लोग बदलने वाले ഏലിയാവേ, നീ हैं। പേടിക്കണ്ട. हे एलिया तू डरना मत। പൗലോസ്, നീ മരിച്ചതുപോലെ ആകണ്ട. हे पौलुस तू मरा हुआ व्यक्ति സഭ के समान നിലനിൽക്കുമെന്ന്, मत बन। कलीसिया खड़ी സഭ रहेगी। ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന് कलीसिया भारत में യേശു खड़ी ക്രിസ്തുവിൻ रहेगी। നാമത്തിൽ यीशु मसीह के नाम से കരങ്ങളെ और ശക്തമായി അടിച്ച്, हाथ ताली बजाकर रीबा वराबा ശകന രബ്ധന, ശബന രബ്ധന. ഹോ, മരിക്കാൻ പറയുന്ന നീ, मरने के लिए बैठा हुआ तू, മരിക്കാൻ പറയുന്ന നീ, मरने के लिए बोलने वाला तू, മരിച്ചവനെ പോയ ആയ നീ, मरा हुआ व्यक्ति के समान हुआ സ്വർഗ तू, വഹിക്കുന്ന രഥങ്ങൾ കാണാൻ പോകുക. स्वर्ग बेचने वाले रथों को तू देखने एलिया वाला ने, है। हे एलिया, മരിച്ചു മണ്ണിന് വളമാകാനല്ല ദൈവം നിന്നെ आमेन। നിർത്തിയിരിക്കുന്നത്. मरकर मिट्टी में खाद बनने के लिए नहीं तुझे खड़ा നിന്റെ कराया है। കണക്ഷൻ ആകാശമണ്ഡലവുമായിട്ടാ. तेरा कनेक्शन आकाश की मंडलों के साथ സ്വർഗത്തിൽ है। അഗ്നി രഥങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. स्वर्ग की रथ अग्नि रथ है तेरे लिए उतरने जा ഓ रहा है। മൈ ഗോഡ്, മൽക്കലാമ. മരിക്കാൻ പറയുന്നവന്റെ മുമ്പിൽ मरने के लिए जो तुझसे कहेगा, രഥങ്ങൾ കാണുമ്പോൾ जब वो रथों को ഒരു പുതിയ देखेगा, ജീവൻ വരാൻ പോകുക. एक नया जीवन ആത്മാവിൽ ചില मिलेगा। രഥങ്ങളെ കാണട്ടെ. आत्मा में कुछ रथों को देखने ആത്മാവിൽ ചില लगे, രഥങ്ങളെ കാണട്ടെ. आत्मा में कुछ रथों को देखने लगे। മരണത്തിന്റെ വാഹനമല്ല, मृत्यु की रथ नहीं, ഓ ആത്മാവിൽ ചലിക്കുന്ന രഥങ്ങൾ आत्मा में चलने वाले रथ ഓ ചിലർ കാണട്ടെ. कुछ लोग देखने ജോസഫ് लगे। അയച്ച രഥങ്ങൾ ചിലർ കാണട്ടെ. यूसुफ के भेजा हुए कुछ रथों को देखने ജോസഫ് गए। അയച്ച രഥങ്ങൾ ചിലർ കാണട്ടെ. यूसुफ ने भेजा वो रथ ഓക്കേ, ലമ कुछ लोग ശകന देखने രബ്ധന. पाए। തീർന്നിട്ട് പോയിട്ടില്ല. तो खत्म नहीं സഹോദരന്റെ हुआ। ജീവിതം തീർന്നു പോയിട്ടില്ല. बहन तेरा जीवन खत्म नहीं ദൈവത്തിന്റെ हुआ। പദ്ധതി തീർന്നു പോയിട്ടില്ല. तेरा पद्धति खत्म नहीं ജോസഫ് हुआ। നിന്നെ കുറിച്ചുള്ള പദ്ധതി തീർന്നു हे പോയിട്ടില്ല. यूसुफ तेरे बारे में जो योजना खत्म नहीं हुआ। ശത്രുവിന് നിന്റെ മേൽ ആരോപണം ഉന്നയിക്കാം. शत्रु तेरे सामने आरोप उठा നിനക്കെതിരെ सकता है, കള്ളക്കേസ് കൊടുക്കാം. तेरे सामने झूठा गवाही നിന്നെ उठा ജയിലിൽ सकता അടയ്ക്കാം. है, तेरे को जेल പക്ഷെ में बंद നിന്റെ करा सकता വാഗ്ദത്തങ്ങളെ है, തകർക്കാൻ പറ്റത്തില്ലെന്ന് लेकिन तेरी वादाओं को वो रोक नहीं सकता। हे! रीखा माना वारा ഒരു ദിവസം യാക്കോബിനോട് एक दिन याकूब से മക്കൾ വന്നിട്ട് പറഞ്ഞു, बच्चों ने आकर कहा, അപ്പാ ഈ ഉടുപ്പ് കണ്ടോ? बेटा ये कपड़ा देखो। നിനക്ക് മനസ്സിലായോ ഇത് ആരുടെയാണ്? क्या तू समझा किसका है? അപ്പൊ യാക്കോബ് പറഞ്ഞു, ഓ ഇതെന്റെ മകന്റെ ഉടുപ്പാ. तो याकूब ने कहा कि ये मेरा ഒരു बेटा का ദുഷ്ട कपड़ा മൃഗം है। അവനെ കടിച്ചു एक കീറിയിരിക്കുന്നു. दुष्ट जानवर आकर उसे खा चुका है। കീറത്തില്ല കേട്ടോ. खत्म नहीं हुआ। ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജീവിക്ക് നിന്നെ കീറാൻ പറ്റത്തില്ല. नरकटों के बीच का दुष्ट जानवर आत्मा तुझे में खा नहीं उलझ जाता है। सकता। आत्मा में कहे, ജാതികൾ വെള്ളിവാളുകളോട് വെളിപ്പെടും വരെ जाति लोग चांदी के समान കടിച്ചു प्रकट होने കീറാൻ तक ദുഷ്ടമൃഗങ്ങളെ, तुझे फाड़ खाने के लिए खड़े जातियों होने में वाले पशु जंतु कुत्तंगले, जानवर, जातियों का जंतु യേശു ക്രിസ്തുവിന്റെ जानवर നാമത്തിൽ यीशु मसीह के ഞങ്ങൾ नाम fight से ചെയ്യുക. हम उसे बांधते हैं। ജാതിയുടെ പശു
പശുക്കൂട്ടങ്ങളെ जानवरों को, जातियों के जानवरों को ഞങ്ങൾ ബന്ധിക്കുകയാണ്. हम उसे बांधते हैं. എന്താ സങ്കീർത്തനം പറഞ്ഞത്? ദൈവം പ്രവർത്തിച്ചതിനെ ദൈവം സ്ഥിരപ്പെടുത്തും. परमेश्वर काम करके परमेश्वर उसे स्थिर करेगा. നിന്റെ ജീവിതത്തിൽ ദൈവം തുടങ്ങിയത് പകുതി പണി ചെയ്തിട്ട് ഇട്ടിട്ട് പോകത്തില്ല. तेरे जीवन शुरुआत जो किया है वो अधूरा छोड़कर God will जाएगा नहीं. establish it. परमेश्वर उसे स्थापित പക്ഷേ करेगा. അതിനെ സ്ഥിരപ്പെടുത്താതെ लेकिन उसको स्थिर ना होने जैसा നിനക്കൊരു വാഗ്ദത്തമുണ്ട്. आपका एक वादा है. എന്താ വാഗ്ദത്തം? क्या है वो वादा? ജാതികൾ വെള്ളി വാളങ്ങളോട് വരും. जाति लोग चांदी के टुकड़ों के साथ ഓ आएंगे. ഒരു വാഗ്ദത്തമുണ്ട്. एक वादा है. ട്രെയിൻസ് വരാൻ പോകുകയാ. ട്രെയിനുകൾ വരാൻ പോകുകയാ. Trains आने वाली है. കപ്പലുകൾ വരാൻ പോകുകയാ. Now boats, I see ships wagons. मैं देखता हूँ. I see wagons. मैं देखता हूँ. Wagons, വാഹനങ്ങൾ. Wagons आ ഞാൻ रही രഥങ്ങളെ है. കാണുകയാ. मैं देख रहा हूँ. വാഗ്ദത്തമുണ്ടോ? क्या वादा ജാതികൾ है? जाति लोग വെള്ളി വാളങ്ങളോട് വരും. चांदी के टुकड़ों के साथ आएंगे. ജാതികൾ വരും. जाति लोग യശയ്യാ आएंगे. 61 यशायाह 61 ജാതികൾ വരും. जाति लोग രാജാക്കന്മാർ आएंगे. വരും. राजा लोग आएंगे. മിദ്യാന്റെ ഒട്ടകങ്ങൾ വരും. तेरे पास ऊंट ओ. आएगी. തർശീസ് കപ്പലുകൾ വരും. വരും. तर्शीश के വരും. जहाज आएगा. അത് വരും വരെ वो जब तक आएगा തടസ്സമിടുന്ന रुकावटें डालने തടസ്സമിടുന്ന वाली रुकावटें डालने वाली ജാതികളുടെ പശുക്കൂട്ടങ്ങളെ जाति के ज्वलने യേശു जंतुओं ക്രിസ്തുവിൻ നാമത്തിൽ को यीशु के नाम ഞങ്ങൾ से ഫൈറ്റ് ചെയ്യുന്നു. हम उसे बांधते हैं. ലോക സുവിശേഷീകരണത്തിന് നൽകിയ വാഗ്ദത്തങ്ങൾ सुसमाचार के लिए दिया गया वादा है. ലോകത്തിലെ ഓരോ രാജ്യത്തിലും സുവിശേഷീകരണത്തിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ इस संसार के हर एक राज्यों के लिए सुसमाचार के दिया हुई वादा ആ है. വാഗ്ദത്തങ്ങൾക്കെതിരെ वो वादा है कि विरोध ഉയരുന്ന में ജാതിയുടെ പശുക്കൂട്ടങ്ങളെ उठने वाले जातों के യേശുവിന്റെ बने നാമത്തിൽ जानवरों को ഞങ്ങൾ यीशु ശാസിക്കുന്നു. मसीह के नाम से हम उसे खंडन करते हैं. और रिखारावा शत्रुना रिबाबारावा शेथे रेखेबारावा रिखाबारावा शत्रुना ഹാ, हालेलुया. ഹാ. നീ ചാകാനുള്ളവനല്ല. तू मरने वाला व्यक्ति नहीं ഭരണകൂടങ്ങളെ है. മാറ്റാനുള്ളവനാ. तू अधिकारियों को बदलने वाला व्यक्ति है. മൈ ഗോഡ് മൽക്കെ ലാമ ശക്കന. रिखाबारावा ഒറ്റ ദൂതൂടെ അങ്ങ് പറയാം കേട്ടോ. एक और वाणी में बोलता हूँ. നാളത്തേക്ക് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട്. कल के लिए मैं रख नहीं सकता. ഹല്ലേലൂയ. हालेलुया. ഏലിയാവിന്റെ പുതപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. एलिया का चादर का एक खासियत है. ഈ പുതപ്പെടുത്ത് ഒരു അടി അടിച്ചപ്പോൾ ये चादर उठाकर जैसा ही मारा യോർദാൻ പിളർന്നു. योरदान दो भाग हो गया. പുതപ്പ് എത്ര സോഫ്റ്റാ. चादर कितना सॉफ्ट होता അതുകൊണ്ട് है. അടിച്ച യോർദാൻ പിളരുമോ? उससे मारने से क्या योरदान दो भाग होगा? പുതപ്പ് നനയും. ब्लैंकेट तो गीला होना चाहिए. लेकिन പുതപ്പ് നനഞ്ഞില്ല. पक्षी ब्लैंकेट यहाँ पर गीला नहीं हुआ. രഹസ്യം എനിക്ക് കിട്ടിയ ഒരു വചനവെളിപ്പാടാ. मैं एक वचन का प्रकाशन बोलता हूँ. ശ്രദ്ധിച്ചു കേട്ടോണേ. ध्यान से ഒരു सुनो. വചനവെളിപ്പാട്. एक वचन का प्रकाशन है. ഞാൻ ഈ ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ ഏലിയാവിനെ കണ്ടു. मैं इस होरेब के पर्वत के ऊपर एलिया को देखा. ഏലിയാവെ വെളി വന്ന് നിൽക്കടാന്ന് പറഞ്ഞു. परमेश्वर ने कहा कि तू बाहर आकर खड़ा हो. ഗുഹയ്ക്കകത്ത് വെളി വരുമ്പോൾ तो जब वो बाहर आ रहा वचन था പറയുന്നു. वचन कहता है അവന്റെ പുതപ്പെടുത്തങ്ങ് പുതച്ചെന്ന്. उसने अपना ब्लैंकेट उठाकर ओढ़ ഇതൊരു लिया. വചനവെളിപ്പാടാ കേട്ടോ. ये वचन का प्रकाशन है. വഴക്കുണ്ടാക്കാൻ വരല്ലേ. ഇതൊക്കെ ദൈവാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറയുന്ന കാര്യം. ये सब परमेश्वर कुछ बातों को प्रकट करने के लिए बोलते हैं. वो अपने ब्लैंकेट उठाकर ओढ़ लिया. वो छुप कर खड़ा है. ഇത് പഴയ നിയമത്തിന്റെ ഒരു കുഴപ്പം. ये पुराने नियम का ഇമാരെ एक ഒരു പുതപ്പെടുത്തങ്ങ് प्रश्न है. ब्लैंकेट उठाकर ओढ़ देते. मूसा ने भी वही किया. एक ब्लैंकेट उठाकर डाल दिया. ഹല്ലേലൂയ. ശരിയാണോ? सही है ना? ആണോ? അതുകൊണ്ട് വീണ ഗ്ലോറി എല്ലാം ഈ പുതപ്പേലാ വീണത്. आमेन. तो जो महिमा गिरा था वो ब्लैंकेट पर गिरा था. വീണ ഗ്ലോറി എല്ലാം എവിടെ വീണത്? जो गिरा था सारी महिमा. ഏലിയാവേ നീ വെളി വന്ന് നിൽക്കാൻ പറയുമ്പോൾ हे एलिया जब तुझे बोले कि बाहर खड़े हो जा तो ब्लैंकेट सब हटा ഈ ഗ്ലോറി എന്റെ മേൽ വീഴാൻ പറഞ്ഞ് ये നിന്നാൽ महिमा मेरे ऊपर हाँ। गिरने दे बोलकर तू खड़ा होगा तो ഈ പുതപ്പേല ഗ്ലോറി ഇപ്പം. अभी ग्लोरी पूरा ब्लैंकेट पर है. അതുകൊണ്ട് പുതപ്പടിച്ചപ്പോൾ ഗ്ലോറി ഇറങ്ങിയപ്പോൾ വെള്ളം പിളർന്ന് മാറിയെന്ന്. तो जब ഈ ये പുതപ്പ് ब्लैंकेट से നനയത്തില്ലെന്ന്. मारा, ये ब्लैंकेट गीला नहीं होगा. എന്നാ പുതിയ നിയമം പറയുന്നത് എന്താണെന്നറിയാമോ? लेकिन नया नियम क्या कहता है? മൂടുപടം മുഖത്തു നിന്ന് മാറ്റിയാൽ अपने ऊपर से अगर वो पर्दा യേശുവിന്റെ हटा दिया ഗ്ലോറി जाए നിന്റെ മേൽ വീഴുമെന്ന്. तो पर्दा हटने से उसकी महिमा तुम्हारे ऊपर गिरेगा. പുതപ്പല്ല കേട്ടോ. ब्लैंकेट नहीं, चादर നിന്റെ नहीं. മുഖത്തെ ഗ്ലോറി കാണുമ്പോൾ तेरे चेहरे का महिमा देखकर സമുദ്രങ്ങൾ വഴിമാറുമെന്ന്. समुद्र दो भाग നിന്റെ बन മുഖത്തെ जाएगा. ഗ്ലോറി കാണുമ്പോൾ तेरे चेहरे का महिमा ആ को മക്കളെ देखकर പുതപ്പന്തി എന്ന് ചോദിക്കേണ്ട വരത്തില്ല. पूछना भी नहीं पड़ेगा कि चादर किधर है. മക്കളെ പുതപ്പ് കൊണ്ടുപോടാ എന്ന് പറയേണ്ട വരത്തില്ല. चादर लेकर आ ऐसे നിന്റെ बोलने की കാല് जरूरत भी വെക്കുമ്പോൾ नहीं. യോർദാൻ जैसे വഴിമാറുമെന്ന്. तू कदम रखेगा योरदान दो भाग हो മഹത്വം जाएगा. നിന്റെ മേൽ വീഴട്ടി പകൽക്കാലം. महिमा तेरे ऊपर गिरने का आज का പുതച്ചു इस മൂടി वक्त है. നിൽക്കണ്ട. आप जो आप പുതിയ पर्दा के നിയമം साथ പറയുന്നു. खड़े मत रहो. नया नियम कहता है ക്രിസ്തുവിനെ
ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ मसीह में जब മൂടുപടം लौट മാറിപ്പോകും, जाएगा, तो पर्दा हट പുതപ്പ് जाएगी, മാറിപ്പോകും. पर्दा हट जाएगा. യേശുവിന്റെ തേജസ് यीशु का महिमा നമ്മുടെ മുഖത്ത് വീണിട്ട് हमारे ऊपर गिरकर ഓ തേജസ്സാർന്ന ഒരു കൂട്ടം, ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. वो महिमा से കുഞ്ഞുങ്ങളെ भरा हुआ പർവ്വതത്തിൽ एक നിന്നാട്ടെ. पीढ़ी खड़े हो. आमीन. Let the glory, चढ़कर आ जाओ. let the glory, महिमा, let the glory. वो महिमा, പുതപ്പ് മാറ്റിയിട്ട് നീ നിന്നാൽ, वो ब्लैंकेट if you are हटाकर ready to come out from your hiding place, आप आपके छुपे हुए I जगह want to से give you that बाहर आने prophecy. को तैयार है The तो visible glory of God वो महिमा जो is going to दिखता fall है, upon you. वो आपके ऊपर The visible गिरेगा. glory of God. परमेश्वर की The visible महिमा, glory of God. परमेश्वर की महिमा. रिखा बराबा शतुना हा. हसल खमाना शेकेने बराबा रब्धने रगदले. शेकेने खेमाना बराबा. ഹദൽ പംശൽ ഖമനെ. खमाना बराबा. ചില രഥങ്ങൾ കാണാൻ പോകുകയാണ്. कुछ रथों को देखने जा रहा है. ജോസഫിന്റെ വസ്ത്രം കണ്ടിട്ട് യാക്കോബ് പറഞ്ഞു, यूसुफ का वस्त्र को देखकर याकूब ने कहा, അയ്യോ എന്നെ നിറയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിൽ പോകേണ്ടി വരും. मेरी आत्मा दुख के साथ മക്കളെല്ലാം पाताल में പറഞ്ഞു. जाना पड़ेगा. മക്കളെല്ലാം പറഞ്ഞു, बच्चों ने भी അപ്പ कहा, കരയരുത്. अब्बा मत रो. അപ്പൻ കരച്ചിൽ നിർത്തിയില്ല. यदि पिता ने रोना नहीं അപ്പൻ रोका, കരച്ചിൽ നിർത്തിയില്ല. पिता रोना नहीं അപ്പൻ रुका. പറഞ്ഞു, पिता ने कहा, മരിക്കുന്നിടം വരെ ഈ ദുഃഖം മാറത്തില്ല. मेरे मरने तक ये दुख नहीं जाएगा. മരിക്കുന്നിടം വരെ ഈ ദുഃഖം മാറത്തില്ല. मरने तक ये दुख नहीं അയ്യോ जाएगा. ജീവനുണ്ടെങ്കിലും മരിച്ചവനെ പോലായി. जीवित है तो भी मरा हुआ നരയെ व्यक्ति के ദുഃഖത്തോട് समान हो गया. പാതാളത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. मेरी आत्मा दुख के साथ में പക്ഷെ കുറെ भेजूंगा. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ लेकिन कुछ सालों के बाद ചരിത്രം വഴിമാറി. इतिहास हट गया. ചരിത്രം വഴിമാറി. इतिहास बदल ചിലര് गया. വന്നിട്ട് പറയുക, कुछ लोग ने आकर कहा, യാക്കോബേ हे याकूब, നിനക്കറിയാമോ രഥം ആരുടേതാന്ന്? क्या तू जानता है कि वो रथ നിന്റെ किसका മകൻ है? യോസഫ് അയച്ച രഥങ്ങളാ. तेरा बेटा यूसुफ ने भेजा रथ है. വചനം പറയുന്നു. वचन कहता ഓ है, ഉൽപ്പത്തി 45 പറയുന്നു. उत्पत्ति 45 में कहा ജോസഫ് है, അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ यूसुफ के द्वारा भेजा हुआ ഓ दोनों को യാക്കോബിന്റെ देखकर ശരീരത്തിൽ ഒരു ജീവൻ വന്നു. याकूब के शरीर में जीवन आया. പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയുക, आज मैं आत्मा में कहता ചില हूँ, രഥങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. कुछ रथों को तुम देखने जा അത് रहे നിനക്ക് हो. വേണ്ടിയുള്ള ദൈവ പദ്ധതിയാ. वो आपके लिए परमेश्वर की I योजना see है. wagons. मैं देखता हूँ वागन. I see wagons. मैं देखता हूँ I वागन. see wagons. मैं देखता हूँ ആത്മാവിൽ वागन. വാഹനങ്ങളെ കണ്ടിട്ട് आत्मा में गाड़ियों को കാറും देखने लगे. ജീപ്പും ഒന്നുമല്ല, कार സ്വർഗ जीप नहीं. ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന രഥങ്ങൾ. स्वर्गीय के सेवकाई के हाँ. लिए भेजने वाला ഓ vehicle. മോശകമന, മരിക്കാനിരിക്കുന്ന നിന്നെ ജീവിപ്പിക്കുന്ന രഥങ്ങൾ. मरने वाला तुझको जीवित दिलाने वाली गाड़ियां. കാലന്റെ കോലമായി മൃത്യു വരുന്നുണ്ട് എന്ന് പണ്ട് പാട്ടുകാരൻ പാടിയെങ്കിൽ, मृत्यु आ रही है अगर ऐसा गीत हो. കാലന്റെ കോലമായി മൃത്യു വരുന്നുണ്ട്, കയ്യും കാലും കെട്ടിക്കൊണ്ടുപോകാൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? സാധു കൊച്ചുപദേശിയുടെ പാട്ടാ. കാലന്റെ കോലമായി മൃത്യു വരുന്നുണ്ട്, കയ്യും കാലും കെട്ടി. साधु ऋषि का गाना है कि मृत्यु के रूप में അതാ यमराज കാത്തിരുന്നത്. आ रहा है, हाथ और പക്ഷെ पैर को बांध कर വന്നിറങ്ങിയ लेकर जाने के രഥമുണ്ടല്ലോ, लिए. लेकिन जो रथ आया ना, വന്നിറങ്ങിയ രഥമുണ്ടല്ലോ, लेकिन जो रथ आया ना, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന നിന്റെ आमीन, തലമുറയുടെ രഥമാ. आमीन. पवित्रता के लिए जीने वाला तेरा पीढ़ी के लिए आया है. ഞാൻ ആത്മാവിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കുക. मैं आत्मा में बच्चों को देखकर ചർച്ചിന്റെ भविष्यवाणी കുഞ്ഞുങ്ങളെ നോക്കി करूं. പ്രവചിക്കുക. कलीसिया के बच्चों को देखकर നിങ്ങളുടെ രഥങ്ങൾ भविष्यवाणी കണ്ട് എനിക്ക് करता हूं. സന്തോഷിക്കണം. आपके रथों को देखकर मुझे खुश होना है. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ കൊണ്ടുവരുന്ന രഥങ്ങൾ അവരുടെ ശുശ്രൂഷയുടെ മഹത്വം കണ്ട് സന്തോഷിക്കണം. हे माता पिता है, अपने बच्चों के द्वारा നാളെയുടെ भेजा हुआ നാളുകളിൽ रथ है, उनकी सेवकाइयों में നിങ്ങൾ देखकर ഇന്ത്യയുടെ हमें खुश होना है. ജോസഫുമാരാ. आप कल के इंडिया के यूसुफ लोग നാളെയുടെ हैं. നാളുകളിൽ कल के दिनों നിങ്ങൾ में ഇന്ത്യയുടെ ജോസഫുമാരാ. आप इंडिया के यूसुफ लोग हैं. നാളെയുടെ നാളുകളിൽ कल के दिनों में യേഹൂവിന്റെ രഥം വരുന്നത് നിങ്ങൾ കണ്ടോ? येहू का रथ आएगा, ഒരു आप ഭ്രാന്തനെ देखोगे. പോലെ ഓടിക്കുന്ന एक पागल के समान ഒരു दौड़ने തലമുറ वाला. രാജ്യം ഭരിക്കുന്ന കാലഘട്ടം. इस पीढ़ी में जवानों का നീ राज्य. നാളത്തെ യേഹൂവായി മാറ്. इस कल का तू येहू നീ बन जा. നാളത്തെ ജോസഫായി മാറ്. कल का तू यूसुफ बन ആ जा. രഥങ്ങൾ കണ്ട് ഈ തലമുറയ്ക്ക് സന്തോഷിക്കണം. इसको देखकर इस पीढ़ी को आनंदित होना है. ओ राबा शेथे रेखे मानवरा रिवावानवरवा പറഞ്ഞിട്ടെല്ലാം തീർന്നു പോയിട്ടില്ല. कहे कि सब समाप्त नहीं हुआ. എല്ലാം തീർന്നു പോയിട്ടില്ല. सब समाप्त नहीं हुआ. ജോസഫിന്റെ മുഖം കണ്ടു. यूसुफ का चेहरा देखा. വചനം പറയുന്നു, वचन कहता है യാക്കോബ് ജോസഫിനെ ആലിംഗനം ചെയ്തു. याकूब यूसुफ को गले लगाया. ജോസഫിനെ ആലിംഗനം ചെയ്തു. यूसुफ का गले लगाया എന്നിട്ട് പറഞ്ഞു, और कहा ഹല്ലേലൂയ, മോനെ, खबरवा शतुना ഞാൻ ഒരിക്കലും നിന്നെ കാണുന്നു പ്രതീക്ഷിച്ചതല്ല. मैंने नहीं सोचा कि मैं तुझे देखूंगा. ഒരിക്കലും रिखा मानवरवा शतुना हस्तल खमनवरवा
Thank you, Holy Riba Spirit. baraba shathuna hastalkhamane. Rethe Holy rekhe baraba shathuna. Riba baraba shathuna. 45 अध्याय 46 अध्याय में वाक्यമ്പോൾ उत्पत्ति 45-46 जब हम पढ़ते हैं, आमेन, हालेलुया, എന്നിട്ട് പറഞ്ഞു ജോസഫ് അപ്പനെ എതിരേറ്റ് ചെന്നു. वहां पर लिखा है कि यूसुफ ने पिता के सामने गया. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. അപ്പം പറയുക, और उसका पिता कहता है, ആർക്കെങ്കിലും ആ വചനം കിട്ടിയോ? 46 ഇസ്രായേൽ ജോസഫിനോട്, നീ ജീവനോട് ഇരിക്കുന്നെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പോൾ മരിച്ചാലും വേണ്ടതില്ലെന്ന് പറഞ്ഞു. इसराइल ने यूसुफ से कहा कि जब मैंने देखा कि तू जीवित है, बेटा मैंने सोचा था ദുഃഖത്തോട് പോകുന്ന कि मेरा जो आत्मा है वो दुख में चला जाएगा. മോനെ, ഇത് मैंने वो सोचा था. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നിന്നെ വണങ്ങുന്നത് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. सूर्य और चंद्रमा और नक्षत्र लोग तुझे दंडवत करेंगे, मैंने वो देख पाऊंगा, मैंने वो सोचा नहीं. 48 അധ്യായം 48 ജോസഫ് 2 മക്കളെ കൊണ്ട് യാക്കോബിന്റെ അടുക്ക വന്നു കേട്ടോ. यूसुफ और 2 बच्चों को लेकर याकूब के सामने आता है. അപ്പോൾ യാക്കോബ് ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. याकूब ने पूछा ये कौन है? എന്റെ മക്കളാന്ന് പറഞ്ഞു. मेरे बेटे हैं कहा. അപ്പോൾ യാക്കോബിന്റെ അടുത്ത ഡയലോഗ്, तो याकूब ने എടാ कहा, മോനെ, നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. बेटा मैंने सोचा नहीं कि मैं तुझे പക്ഷേ देख നിന്റെ पाऊंगा. മക്കൾ ദേ എന്റെ കാൽക്കൽ നിൽക്കുന്നു. आमेन. देखो अभी तेरे बच्चे मेरे सामने खड़े हैं. തല കൈ വെച്ചിട്ട് അങ്ങ് സ്വീകരിച്ചാട്ടെ. और सर पर हाथ रखकर इसे स्वीकार कर ले. അങ്ങ് സ്വീകരിച്ചാട്ടെ. उसे स्वीकार कर ले. അങ്ങ് സ്വീകരിച്ചാട്ടെ. वो स्वीकार कर ले. പൗലോസ് പറഞ്ഞു പോലെ എനിക്ക് ജീവൻ വരുമെന്ന്. पौलुस ने कहा कि मैं जीवन प्राप्त कर, मैं आनंदित होऊंगा. 1 തെസ്സലോനി 3:8-9 എനിക്ക് ജീവൻ വന്നെന്ന്. मेरे को जीवन आया. ഹാ മാ ശഖനെ രംധനെ എനിക്ക് ജീവൻ വന്നെന്ന്. मुझे जीवन ഞാൻ आया. സന്തോഷിക്കുമെന്ന്. मैं आनंदित ഞാൻ होऊंगा. ആത്മാവിൽ പ്രാർത്ഥിക്കുക. मैं आत्मा में ചർച്ചിലുള്ള प्रार्थना ഓരോ करता हूं. കുടുംബങ്ങളിൽ അനുഗ്രഹം കണ്ട് ഞാൻ സന്തോഷിക്കും. कलीसिया के एक परिवारों के आशीष को देखकर मैं നിങ്ങളുടെ आनंदित തലമുറകളെ होऊंगा. കണ്ട് ഞാൻ സന്തോഷിക്കും. वीडियो को देखकर मैं आनंदित होऊंगा. നിങ്ങൾ ചിലരുടെ വിവാഹം ഞാൻ തന്നെ നടത്തും യേശുവിന്റെ आप लोग किसी നാമത്തിൽ. की शादी मैं ही എനിക്കതൊക്കെ करवाऊंगा. കാണണം യേശുവിന്റെ वो मुझे നാമത്തിൽ. देखना है यीशु के ഞാനൊരു नाम പ്രോമിസ് से. പോലെ അങ്ങ് പറയുക. मैं एक वादा के समान बोलता നിങ്ങളുടെ हूँ. കൊച്ചുമക്കളെ കണ്ട് സന്തോഷിക്കും. ആമേൻ. तुम्हारे ഹല്ലേലൂയ. पीढ़ी पोतों को भी देखकर मैं हालेलुया! आनंदित होऊंगा. ഹമശഖമന. ഇത് ഞാൻ എന്താ പറഞ്ഞെന്നറിയാം? मैंने क्या कहा? ഈ ദൂത് ഞാൻ അങ്ങ് ഏറ്റെടുക്കുക. ये वाणी मैं ले लेता അപ്പൊ हूँ. നിങ്ങൾ പറഞ്ഞത് പാസ്റ്റർക്കുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് പറയണം. तो आप कहोगे कि ये पास्टर का है, लेकिन आप सबको ये कहना है. സിറ്റുവേഷൻസ് മാറും. मेरा परिस्थिति बदलेगा. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर हम प्रार्थना करते हैं സഭയ്ക്കകത്തുള്ള ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട്, कलीसिया के अंदर के हर एक व्यक्ति आशीषित होते देखने വിടുതൽ में, പ്രാപിക്കുന്നത് കണ്ട്, एक व्यक्ति को आशीषित देखकर, ശുശ്രൂഷയിൽ വളരുന്നത് കണ്ട്, सेवकाई में बढ़ते ചില हुए ജോസഫുമാർ, देखकर, कुछ यूसुफ ചില लोग, യഹൂമാർ, कुछ येहू लोग, ഓ രാജാക്കന്മാരെ എഴുന്നേൽക്കുന്നത് കണ്ട്, कुछ राजाओं को उठाते ഞങ്ങളുടെ देखकर, കുഞ്ഞുങ്ങൾ ചില ശക്തന്മാരായ പ്രവാചകന്മാരായി മാറുന്നത് കണ്ട്, हमारे नौजवान सामर्थ्य भविष्यवक्ताएं बनकर देखकर, ഏഞ്ചലിയ വാക്യം അതായിരുന്നു ജെറമ്യാ 23. അത് യെശയ്യാ 23. ജെറമ്യാ 23 എന്താ വാക്യം? യഹോവയുടെ ആലോചന സഭയിൽ നിൽക്കുന്നത് കണ്ട്, परमेश्वर के गुप्त स्थान पर खड़े होना देखकर, ആത്മാവിൽ ഞാൻ പറയുക, आत्मा में कहता हूँ, ഏലിയാവേ, हे एलिया, നീ ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങേണ്ടവനല്ല. तू गुफा के अंदर सोने के लिए नहीं ദൈവത്തിന്റെ है. ആലോചന സഭയിൽ നിന്ന് परमेश्वर के गुप्त स्थान में खड़े നാളത്തെ होकर, യേഹൂവിനെ കുറിച്ച്, कल का येहू के നാളത്തെ बारे में, ഹസായേലിനെ കുറിച്ച്, कल के हजाएल के നാളത്തെ बारे में, എലീശയെ കുറിച്ച് कल के एलीशा के ഇന്ന് बारे में, സ്വർഗമെടുക്കുന്ന തീരുമാനം, आमेन, आज स्वर्ग जो लेता है वो ദേശങ്ങളെ निर्णय, കുറിച്ച് നീ പ്രവചിക്കേണ്ടവനാ. देशों के बारे में तुझे സ്വീകരിച്ചോ ഈ भविष्यवाणी ദൂത്? करना है, स्वीकार कर, രാജാക്കന്മാരെ കുറിച്ച് നീ പ്രവചിക്കേണ്ടവനാ. राजाओं के बारे में तुझे स्वीकार भविष्यवाणी देना है. പ്രാർത്ഥിക്കുന്നു. प्रार्थना करते हैं, അങ്ങനെ ഒരു ഗണം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ऐसा एक झुंड इसके अंदर से उठने पाए. സംഭവിച്ചിരിക്കൽ സ്തോത്രം. ऐसा हुआ. കരങ്ങളെ धन्यवाद. ശക്തമായി അടിച്ചു കർത്താവിനെ ताली സ്തുതിച്ചാട്ടെ. बजाकर കൊയർ വേഗത്തിൽ ജോയിൻ ചെയ്താട്ടെ. ഒരു പാട്ടിന്റെ ചില അടികൾ പാടി ഒന്നിച്ച് ആരാധിക്കാൻ പോകുകയാ. कुछ गीतों को गाकर हम शक्ति में आराधना करने जा रहे हैं. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ ഭൂതപ്പേവീടേ നിന്റെ വിശ്വാസ
ശോധനയിൽ ഏലിയാവേ പുതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധന നിനക്കെതിരായി വരും നിനക്കെതിരായി വരും ആയുധം ഭരികയില്ല നിനക്കെതിരായി വരും ആയുധം ഭരികയില്ല നിന്റെ ഉടയവൻ നിൻ അവകാശം തന്റെ ദാസരിൽ നീതിയവൻ നിന്റെ ഉടയവൻ നിൻ അവകാശം നിന്റെ ദാസരിൽ നീതി तेरी महिमा के बाद तेरी महिमा के बाद घेरे इस जगह को तेरी महिमा के बाद घेरे इस उस महिमा में मैं तुझ छू ले हे प्रभु तू छू ले हम सभी अपने महिमा के सामर्थ्य में हे प्रभु तू छू ले हम सभी वो तेरी आत्मा की वर्षा होने दे तेरी आत्मा की वर्षा बरसे इस जहां राधा नमस्ते तेरे तेरी आत्मा की वर्षा बरसे इस जगह शंगाई और छुटकारा शंगाई और छुटकारा होवे यीशु के नाम से ओ शंगाई और छुटकारा होवे यीशु के नाम से शंगाई और छुटकारा होवे यहाँ पर यीशु के नाम से एक क्षण प्रार्थना करने के लिए जा रहे हो നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാ अपना अपना हाथों हम सिर के ऊपर रखे प्रार्थना कर दीजिए നമ്മുടെ കരങ്ങളെ തലയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാം ऐसे प्रार्थना कर दीजिए എല്ലാവരും പ്രാർത്ഥിക്കാം आज मिला हुआ हर वचन में स्वीकार कर ഇന്ന് കേട്ട എല്ലാ വചനം ഞാൻ സ്വീകരിക്കുന്നു मैं इस दिनों में जीवित होने वाला है ഈ ദിവസങ്ങൾ ഞാൻ ജീവിക്കും मैं बाकी कुछ भी नहीं मांगता हूँ प्रभु आपका उपस्थिति है ഞാൻ വേറെ नित्य है ഒന്നും ചോദിക്കുന്നില്ല കർത്താവേ നിന്റെ സാന്നിധ്യം മതി मुझे चाहिए प्रभु എനിക്കത് വേണം കർത്താവേ मुझे जीवित करने वाला എന്നെ ജീവിപ്പിക്കും मुझे वापस आनंदित करने वाला എന്നെ വീണ്ടും मैं സന്തോഷിപ്പിക്കും मेरे खो गया खुशियों को वापस देने वाला നഷ്ടപ്പെട്ടു പോയ ആനന്ദം എനിക്ക് മടങ്ങി വരും हालेलुया ഹല്ലേലൂയ एक पुनर्स्थापन का काम मेरा जीवन में होने वाला है ഒരു റീസ്റ്റോറേഷൻ എന്റെ ലൈഫിൽ मेरा ഉണ്ടാകും जीवन का जो भी मंडली हो मरे हुए अवस्था में എന്റെ ഏതൊക്കെ ഏരിയയാണോ മരിച്ചു കിടക്കുന്നത് उसमें जीवन इस दिनों में आने वाला അവിടെ है ജീവൻ കടന്നു വരും हालेलुया ആമേൻ യെസ് धन्यवाद ഹല്ലേലൂയ यीशु ആമേൻ ആമേൻ धन्यवाद ആമേൻ यीशु। സ്തോത്രം കർത്താവേ मुझे സ്തോത്രം समर्पण कर रहा हूं സമർപ്പിക്കുന്ന चलो കർത്താവേ बीमार है ആരൊക്കെ यीशु नासरी രോഗികളാണോ के नाम में चंगाई होने दे। യേശുവിന്റെ നാമത്തിൽ സൗഖ്യം जो लोग कमजोर है यीशु ക്ഷീണിത- नासरी के नाम में बलवंत होने दे। യേശുവിന്റെ നാമത്തിൽ ബലപ്പെടട്ടെ सारे बोझों को हम हटा के प्रार्थना करें എല്ലാ ഭാരങ്ങളെയും ഞങ്ങൾ ഇറക്കി यीशु വെക്കുകയാണ് नासरी के नाम में യേശുവിന്റെ നാമത്തിൽ
जो वायदों हमें दिया हुआ ഞങ്ങൾക്ക് തന്ന उस വാഗ്ദത്തങ്ങൾ वायदों को पकड़कर हम प्रार्थना ആ करें। വാഗ്ദത്തം മുറുകെ പിടിച്ച് वायदा अपना പ്രാർത്ഥിക്കുക. विरासत है, इसलिए വാഗ്ദത്തം എന്റെ अपना അവകാശമായതുകൊണ്ട് वायदा का विरुद्ध में उठने वाला വാഗ്ദത്തത്തിനെതിരെ പൊങ്ങി सारे വരുന്ന वनेली पशुओं को എല്ലാ ജീവജന്തുക്കളെയും यीशु नासरी के नाम में യേശുവിന്റെ हम डांट നാമത്തിൽ के हम दबा के हम बांध के प्रार्थना നമ്മെ करें। ശാസിക്കുന്ന കർത്താവേ, और वायदों पूरा होने वाले इसके लिए धन्यवाद। വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാൻ പോകുന്നതിന് നന്ദി. आदर महिमा आपको സകല മാനവും यीशु മഹത്വവും का नाम അങ്ങേക്ക്. है। യേശുവിന്റെ लोक നാമത്തിൽ प्रजा आमीन बोलिए। ആമേൻ आमीन आमीन आमीन।